الحمد لله الواحد القهار العزيز الغفار وأشهد أن لا إله إلا الله وحده لا شريك له شهادة تدخلنا دار الأبرار وأشهد أن سيدنا ومولانا محمدا عبده ورسوله صلى الله على سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا كثيرا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الأبرار يشربون من كأس كان مزاجها كافورا عينا يشرب بها عباد الله يفجرونها تفجيرا يوفون بالنذر ويخافون يوما كان شره مستطيرا ويطعمون الطعام على حبه مسكينا ويتيما وأسيرا صدق الله مولانا العلي العظيم. قال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم من دل على خير فله أجر فاعله صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. يا سيد السادات جئتك قاصدا أرجو رضاك واغتمي بهماك والله يا خير الخلائق إنني قلبا مشوقا لا يروم سواك صلوا عليه وسلموا تسليما. സ്നേഹ ബഹുമാനാദവും നിറഞ്ഞ ബഹുമാന്യനായ യോഗാധ്യക്ഷൻ, നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ മിഡിൽ ഈസ്റ്റ് ചന്ദ്രികയുടെ പത്രാധിപർ, ദുബൈ KMCCയുടെ കർമ്മനിരതനായ സജീവ നേതൃത്വം, എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ജനാബ് ഇബ്രാഹിം എളേറ്റിൽ, സ്വാഗത പ്രഭാഷണം നിർവഹിച്ച ബഹുമാന്യനായ സി അഹമ്മദ് കോയ ഹജി, വളരെ പ്രൗഢഗംഭീരമായ അവതരണത്തിൽ ബഹുമാന്യനായ ആദരണീയനായ ഇന്ന് നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട ലാളിത്യ നേതൃത്വം ബഹുമാന്യനായ ആനക്കര ഉസ്താദിനെ അനുസ്മരിച്ച് പ്രഭാഷണം നടത്തിയ SYSന്റെ സ്റ്റേറ്റ് സെക്രട്ടറി, സമസ്തയുടെ കർമ്മനിരതമായ ധിഷണ യൗവനം ബഹുമാന്യനായ നാസർ ഫൈലി കൂടത്തായി, ഈ പുണ്യമായ സദസ്സിന്റെ സമുദ്ഘാടന കർമ്മം നിർവഹിച്ച ആദരണീയനും ബഹുമാന്യനുമായ പ്രിയപ്പെട്ട പണ്ഡിത വരേണ്യർ ബഹുമാന്യനായ മുക്കം ഉമർ ഫൈലി ഉസ്താദ് അവറുകൾ, വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാന്യനായ
കേരളം കണ്ട തുല്യതയില്ലാത്ത പാണ്ഡിത്യപർവം ബഹുമാന്യനായ ഷംസുൽ ഉലമയുടെ ദീർഘകാല സഹചാരി ബഹുമാന്യനായ RV കുട്ടി ഹസൻ ദാരിമി, ബഹുമാന്യനായ PP അബ്ദുൽ ജലീൽ ബാഖവി പാറന്നൂർ, വാർഡ് മെമ്പർ പ്രിയപ്പെട്ട പങ്കജാക്ഷൻ, തൻ്റെ കൃത്യാന്തര ബാഹുല്യത്തിൻ്റെ ഇടയിലും നമ്മുടെ ഈ സദസ്സിൽ അതിഥിയായി എത്തിയ മസ്കറ്റ് KMCCയുടെ കർമ്മനിരതനായ പ്രസിഡന്റ്, എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ബഹുമാന്യനായ CKV യൂസുഫ് സാഹിബ്, പാട്ടത്തിൽ അബൂബക്കർ ഹാജി, അലവി മായനാട്, അബൂബക്കർ മൗലവി ഖത്തർ, ഉമർ ഹാജി കൊടുവള്ളി, NC അബൂബക്കർ സാഹിബ്, മെഹ്ജ്, ബഹുമാന്യനായ ഫൈസൽ പുല്ലാളൂർ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. അവന്റെ അതുല്യവും അമേയവും അനന്തവും അപരിമേയുമായ അനുഗ്രഹത്തിന് അനുദൂതരായ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവിടുത്തെ അധരമടികളെ അനുധാവനം ചെയ്ത അനുചര വൃന്ദങ്ങളിലും തിരുക്കുടുംബാദികളിലും സാലിഹ്യങ്ങളിലും സച്ചരിതരിലും സദാ വർഷിക്കുമാറാകട്ടെ. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മൺമറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസിയ്യത്ത് ചെയ്തവർ, ഇൽമിന്റെ വടികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, എല്ലാത്തിലുമുപരി ഈ പരിപാവനമായ മജ്‌ലിസ് ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ, എല്ലാവരെയും കബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സന്തുഷ്ടിയിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ദാറുൽ ബിർ ഇസ്ലാമിക് അക്കാഡമിയുടെ 1ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മതപ്രഭാഷണ വേദിയുടെ പ്രഥമ ദിനത്തിലാണ് നാം സമ്മേളിക്കുക. കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ എന്താണ് ദാറുൽ ബിർ എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. എന്ന് പറഞ്ഞാൽ നന്മയുടെ കുടുംബം എന്നാണ് ദാറുൽ ബിറിന്റെ അർത്ഥം. എന്താണ് അതിൻ്റെ വിവക്ഷ എന്ന് ഖുർആനിന്റെ വെളിച്ചത്തിൽ ഒരല്പനേരം, ഞാനിന്ന് വളരെ ദീർഘദൂരം പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് എന്ന് ചോദിച്ചാൽ മനസ്സിന് വല്ലാത്തൊരു നിർവികാരത. എന്താണെന്നറിയില്ല. ഇന്നലെ പെരുമ്പാവൂര് ഈ സമയത്ത് ഞാൻ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മഹാനായ ലാളിത്യമെന്തെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത കോയക്കുട്ടി ഉസ്താദിന്റെ മരണവാർത്ത അറിയുന്നത്. അവിടെ നിന്ന് ഇന്ന് 3 മണിക്ക് മഹാനായ ഉസ്താദിന്റെ ആനക്കര വസതിയിൽ അത്ഭുതപ്പെടുത്തിയ, അത്ഭുത പരതന്ത്രനായി നിൽക്കിയ ഒരു മയ്യത്ത് സംസ്കരണം. മഹാനായ ഉസ്താദിന്റെ മരണത്തെക്കുറിച്ച് ഉസ്താദിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞ അനുഭവങ്ങൾ കേട്ട് തിരിച്ചു വന്ന് ഇതേവരെ മനസ്സിനൊരു നിർവികാരതയാണ്. ആ നിർവികാരത മറ്റൊന്നുമല്ല, നമുക്കൊന്നും ഇങ്ങനെ ആകാൻ കഴിയുന്നില്ലല്ലോ എത്ര ശ്രമിച്ചിട്ടും എന്ന ഒരു നിർവികാരതയാണ്. മനസ്സ് തുറന്നു പറഞ്ഞാൽ സ്വാഭാവികമായി നാം ഏറ്റവും സ്നേഹിച്ചവർ നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ ആ ഒരു ദിവസം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വല്ലാത്ത സങ്കടം. ആ സങ്കടമല്ല ഇന്ന് ആ മയ്യത്ത് നിസ്കാരം കഴിഞ്ഞ് മയ്യത്തടക്കം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇതുവരെ അല്ലാഹുവേ പലപ്പോഴും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടും നമുക്കൊന്നും അങ്ങനെ ആവാൻ കഴിയുന്നില്ലല്ലോ. ഈ ആധുനിക ലോകത്തിന്റെ വർണ്ണ പരിഷ്കാരത്തിന്റെ ഇടയിൽ ആധുനികതയുടെ ലാസ്യഭാവങ്ങളൊന്നും തന്നെ ആത്മീയതയുടെ മൂർത്തിഭാവത്തിന് തടസ്സമാവാതെ ലാളിത്യമെന്ന് ലോകത്തിന് തന്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു കൊടുത്ത, കേരളം കണ്ട സമാനതകളില്ലാത്ത ആത്മീയതയുടെ അന്തസ്സത്തകൾ ആധുനിക ലോകത്തിന് പകർന്നു കൊടുത്ത മഹാമനീഷി ബഹുമാനനായ ആനക്കരാസി കോയക്കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ. ഒരു കാര്യം നാം ആലോചിക്കേണ്ടതുണ്ട്.
ആധുനികതയുടെയും പ്രതാപത്തിന്റെയും ഭാവങ്ങൾ എത്ര വേണമെങ്കിലും ഉയർത്തി കാണിക്കാൻ ഏതൊരു മനുഷ്യനും കഴിയും. ഒരാൾക്ക് പണമുണ്ടെങ്കിൽ, പുറകിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കൂട്ടമുണ്ടെങ്കിൽ, ചുറ്റും ഒരു ദൂഷിത വലയമുണ്ടെങ്കിൽ, താൻ എവിടെയാണ് പ്രതാപത്തിന്റെ കാര്യത്തിൽ എന്ന് തെളിയിക്കാൻ, ആഡംബരത്തെ ലോകത്തിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ യാതൊരുവിധ അർവരമ്പകളുമില്ല. പക്ഷേ 3 നേരം ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് 1 നേരം ഭക്ഷണം കഴിച്ച് 2 നേരം അതിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ ആത്മീയതയുടെ തസ്കീയത്തിന്റെ അവസാനത്തെ കണികകളും ഹൃദയത്തിലേക്ക് സ്വാധീനം ചെലുത്തിയ ഒരു ആത്മീയ സ്വരൂപത്തിനല്ലാതെ കഴിയില്ല എന്നത് ലോകത്ത് യാതൊരുവിധ തർക്കമില്ലാത്ത വസ്തുതയാണ്. അവിടെയാണ് കോയക്കുട്ടി ഉസ്താദ് വ്യത്യസ്തനായി മാറുന്നത്. 3 നേരം കഴിക്കാൻ പോകുമ്പോൾ വേണ്ട, അത് 1 നേരം മതി എന്ന് ചുരുക്കണമെങ്കിൽ അതിൻ്റെ വലിയ ആയുസ്സിന്റെ പരിശീലനം വേണം. പക്ഷെ ആഡംബരത്തിന് ഒരു ദിവസത്തെ പരിശീലനം പോലും ആവശ്യമില്ല. കാരണം അവൻ ആഗ്രഹിക്കുന്നതൊക്കെ അവന്റെ ചുറ്റുവട്ടത്ത്, അവന് പിന്നീട് സത്യത്തോടും അസത്യത്തോടും നീതിപൂർവം രാജിയാവാൻ കഴിയുന്നില്ലെങ്കിൽ, അവന്റെ കൈവെള്ളയിൽ എത്തുന്നതെല്ലാം ആമാശയത്തിലോട്ട് കടക്കുമെങ്കിൽ അവന് ആഡംബരത്തിന് പിന്നെ അതിർവരമ്പുകൾ ഉണ്ടാവില്ല. പക്ഷേ ലാളിത്യത്തിന് അതിർവരമ്പിടണമെങ്കിൽ അതിനൊരു വലിയ പരിശീലനം വേണം. ആ പരിശീലനം ഒരായുസ് കൊണ്ട് നേടിയെടുക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്കത് സംസാരിക്കാം, എന്താണ് നന്മ എന്ന് നാം ചർച്ച ചെയ്യുമ്പോൾ. തിരിച്ചു വരുമ്പോൾ നമ്മളൊക്കെ എത്ര ആഗ്രഹിച്ചിട്ടും ഞാനൊന്ന് ചോദിക്കുകയാ, നിങ്ങളൊക്കെ പറയൂ, കോയക്കുട്ടി ഉസ്താദിന്റെ ലാളിത്യത്തെ ഇത്രത്തോളം പറയേണ്ടത് എന്താണ്? അദ്ദേഹം ഒരു സാധുവായി ജീവിച്ചു. ഞാൻ ഈ ലോകത്തോട് എന്നെ നിൽക്കുന്ന സദസ്സിനോട് ഇന്ന് വെല്ലുവിളിക്കാൻ, നമുക്കാർക്കെങ്കിലും ഉസ്താദ് ഭക്ഷണം കഴിച്ചതുപോലെ കഴിക്കണ്ട, കോയക്കുട്ടി ഉസ്താദ് സഞ്ചരിച്ചതുപോലെ സഞ്ചരിക്കണ്ട, കോയക്കുട്ടി ഉസ്താദ് ചെയ്ത സലാത്തുകളും ദിക്റുകളും ചെയ്യണ്ട. കോയക്കുട്ടി ഉസ്താദ് ചെയ്ത ഒരൊറ്റ കാര്യം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ, വൈകുന്നേരം ഭാര്യ അലക്കിയിട്ട ഒരു മുണ്ട്, ആ മുണ്ട് രാവിലെ എടുത്ത് തേക്കാതെ ചുളിവുകളോടെ ഉടുത്ത് ഇവിടെ നിന്ന് നമുക്ക് 10 കിലോമീറ്റർ നടന്ന് അങ്ങാടിയിലൂടെ ഒന്ന് നടന്നു വരാൻ കഴിയുമെങ്കിൽ, ആ ഒരു ലാളിത്യം, ഈ ഒരു വസ്ത്രം തേക്കാതെ ഉടുത്തിട്ട് ഒരു കല്യാണത്തിന് പോകാൻ നമ്മളെ കൊണ്ട് കഴിയൂ. ഞാൻ വന്നപ്പോൾ ഫൈസി ആനക്കര ഉസ്താദ് ഗൾഫിൽ പോയ ആ യാത്രയുടെ അനുഭവം പറയാൻ, യഥാർത്ഥത്തിൽ നമ്മൾ വളരെ നിസ്സാരമെന്ന് കരുതുമ്പോഴും നമ്മുടെ മനസ്സ്, നാം ഇതേവരെ കെട്ടിപ്പൊക്കിയ നമ്മുടെ മേൽവിലാസങ്ങൾ, നമ്മുടെ പ്രൗഢി, നമ്മുടെ പ്രതാപം, ഇതൊന്നും നമ്മൾ അതിനോട്ട് കൊണ്ടുപോവുകയില്ല. ഒരു അല്പം കറിയുടെ ഒരു അംശം പറ്റിയാൽ ആ സമയത്ത് ഡ്രസ്സ് മാറ്റുന്ന ആളുകളാണ് നമ്മൾ. നമുക്കത് കഴിയില്ല, കാരണം നമ്മുടെ തസ്കിയത്ത് അത്രത്തോളം എത്തിയിട്ടില്ല. അതാണ് അദ്ദേഹവും നമ്മളും തമ്മിലുള്ള വ്യത്യാസമെന്ന് ആ മഹാമനുഷ്യയുടെ ഖബറിന്റെ ആദ്യരാവിൽ നാം ഓർക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഒരു നിർവികാര മനസ്സ് പിടികൂടുന്നുണ്ട്. നമ്മളൊക്കെ എത്ര ചെറുതായി പോയി എന്ന് ആ മരണം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ഈ പറയുന്നതല്ലാതെ നമ്മൾ ജീവിതത്തിൽ എത്ര നിസ്സാരരാണ് എന്ന് സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരു ആത്മാവിന്റെ കുറ്റവിചാരണയിൽ നമുക്ക് തോന്നിപ്പോവുകയാണ്. അള്ളാഹു മഹാനവറുകളുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആ സച്ചരിതരോടൊത്ത് സ്വർഗത്തിലെത്താൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി പുല്ലാളൂർ തുടങ്ങുമ്പോ എന്റെ പ്രസംഗത്തിന് വേണ്ടി വഴിമാറി തന്നെങ്കിൽ CKV ഒക്കെ നന്നായിട്ട് പ്രസംഗിക്കുന്ന ആളാണ്. പിന്നെ ആശംസ ഒറ്റവാക്കിൽ തീർത്തത് ഒന്നുകിൽ ഞാൻ പ്രസംഗിക്കട്ടെ എന്ന ഒരു വിശാല മനസ്കത, അല്ലെങ്കിൽ മകന്റെ കല്യാണത്തിന് ഞാൻ പോകാത്തതിന്റെ പരിഭവം. രണ്ടാലൊന്ന് വലിയ സൗഹൃദം, ഞങ്ങളുടെ വലിയ സുഹൃത്താണ്. എൻ്റെ നൗഷാദ് വാക്ക് ഇവിടെ ഏറ്റെടുത്ത സുഹൃത്താണ്. മൂപ്പിലാനോടാണ് ഇച്ചിരിയും കൂടെ സൗഹൃദം കൂടുതൽ. എന്നാലും മനസ്സിലേറെ സ്നേഹം എന്നോടുണ്ട്. പക്ഷേ ചില തിരക്കുകളുടെ ഇടയിൽ വിളിക്കുമ്പോഴൊക്കെ വരാൻ പറ്റാതെ പോകുമ്പോഴും CKV അടക്കമുള്ള ഇളയത്തിലടക്കമുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് സദസ്സിലൊക്കെ പങ്കെടുക്കാൻ കഴിയുന്നില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എല്ലാ സദസ്സുകളിലും ഈ ഉള്ളവരുടെ മനസ്സറിഞ്ഞ, നിങ്ങളില്ലാത്ത സമയത്ത് ആരാണ് ഏറ്റവും നല്ല സുഹൃത്ത് എന്ന ചോദ്യത്തിന് ഉമർ റളിയല്ലാഹു തആല അൻഹു മറുപടി പറഞ്ഞത്, നീ ഇല്ലാത്ത സമയത്ത് നിന്നെ ഓർത്ത് നിനക്ക് വേണ്ടി ആര് ദുആ ചെയ്യുന്നുവോ അവനാണ് നിന്റെ ഏറ്റവും നല്ല സുഹൃത്ത് എന്നാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്താണ് ഈ വിനീതൻ. എല്ലാ സദസ്സിലും ഇളയത്തിൽ ഉള്ളപ്പോഴല്ല ഇല്ലാത്തപ്പോഴും, CKV ഉള്ളപ്പോഴല്ല ഇല്ലാത്തപ്പോഴും, നാസർ ഫൈസി ഉള്ളപ്പോഴല്ല ഇല്ലാത്തപ്പോഴും, ഉമർ ഫൈസി ഉള്ളപ്പോഴല്ല ഇല്ലാത്തപ്പോഴും ഓർത്ത് ദുആ ചെയ്യുന്ന, ബന്ധങ്ങളെ മറക്കാത്തൊരു വിനീതൻ എന്ന രീതിയിൽ നിങ്ങളുടെ ഏറ്റവും നല്ല സ്നേഹത്തിന്റെ ഒരു സ്വരൂപമാണ്. എത്താൻ കഴിയാത്തതിൽ പരിഭവം വിചാരിക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ
എന്താണ് ബിർറ്? ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ അടുത്ത കാലത്തിന്റെ ഉള്ളിൽ കേരളത്തെ വിസ്മയിപ്പിച്ച 3 വ്യക്തിത്വങ്ങളിൽ ഒന്ന് ഈ നാടിൻ്റെതാണ്. മഹാനായ പാറന്നൂർ ഉസ്താദിന് ഉവ്വറല്ലാഹു മർക്കദ, മഹാനവറുകളെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചതുപോലെ പരിചയപ്പെടുത്തിയതുപോലെ ആ അത്ഭുതത്തിന്റെ മരണം നമുക്ക് നൽകിയത് ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ്. പിന്നീട് ബഹുമാനനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിന് ഉവ്വറല്ലാഹു മർക്കദ, ഇന്ന് 3ാമത് ആനക്കര കോയക്കുട്ടി ഉസ്താദ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ 3 മരണങ്ങളിൽ ഒരു മരണത്തിന് സാക്ഷ്യം വഹിച്ച മണ്ണാണിത്. ഇന്ന് 2ാമത്തെ രാത്രിയിൽ അത് വീണ്ടും ഒരു ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മുടെ ഈ നാട്ടിൽ തുടങ്ങാൻ ഉദ്ദേശിച്ച ഒരു പ്രീ സ്കൂൾ പദ്ധതി, ആ പദ്ധതി ഇന്ന് ലോകത്ത് മുഴുവനും അംഗീകരിക്കപ്പെടുന്ന ഒരു പദ്ധതിയായി മാറുമ്പോൾ ഈ മണ്ണിനും ഈ നാടിനും ഈ ഗ്രാമത്തിനും അള്ളാഹു വലിയ ഒരു സൗഭാഗ്യം തന്നിട്ടുണ്ട് എന്നാണ് ഞാൻ ഇതിനെ കുറിച്ച് വിശ്വസിക്കുന്നത്. കേരളത്തിന്റെ എല്ലാ നാടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ നാടിന് വളരെയേറെ നന്മകളുണ്ട്. ഒരു പദ്ധതി ഫൈസി എന്നോട് പറഞ്ഞവർ 7 പേരടങ്ങുന്ന ഒരു ബോഡി ഉണ്ടാക്കിയതാണ് അൽബിർ എന്ന് പറയുന്ന ഈ ഒരു പാഠ്യപദ്ധതി. ഈ സ്ഥാപനത്തിന്റെ പാഠ്യപദ്ധതി ആഗോള പാഠ്യപദ്ധതിയായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ബൗദ്ധിക വിശാരദന്മാർ അംഗീകരിക്കുമ്പോൾ അത് ഈ നാടിന് പറയാം, ഇത് പടർന്നു പന്തലിച്ചതിന്റെ ഗുണങ്ങൾ അനുഭവിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ മണ്ണിന്റെ സംഭാവനയാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു നന്മയുടെ ഒരു നന്മയുടെ തുടർച്ചക്ക് വിത്തുപാകിയിട്ടാണ് ഈ സദസ്സിൽ നാം ഇരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ പൂർണ്ണമായി വിജയത്തിലെത്തിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഏറെ ഞാൻ നീട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇനി പ്രസംഗമുള്ളൂ. കാരണം ഇലക്ഷന് പ്രവർത്തിക്കേണ്ടത് ഒരാളാണ്, നമ്മുടെ വാദന സംഘാടകർ ഒരാൾ തന്നെയാണ്. അപ്പോ ആ ഒരു ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് വളരെയേറെ അള്ളാഹു നമ്മുടെ സമൂഹത്തിന് ഗുണകരമാകുന്ന ഈ ഇസ്ലാമിക വ്യവസ്ഥിതികൾക്ക് വിപരീതത്തിലേക്ക് വരാതിരിക്കുന്ന ഭരണാധികാരികളെ അള്ളാഹു അധികാരത്തിലെത്തിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കടക്കാൻ. ബാക്കവി അങ്ങനെയൊക്കെ ദുആ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇസ്ലാമും ഭരണവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗം ആളുകളിൽ ഒന്നാമത് പറഞ്ഞ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരെ കുറിച്ചല്ല, ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി എന്നാണ് പറഞ്ഞത്. 2ാമതാണ് പിന്നീട് ഇബാദത്തിന്റെ കാര്യം പറഞ്ഞത്. ഒരു ഭരണാധികാരി ഏൽപ്പിച്ചതൊട്ടും ഒരു വാർഡ് മെമ്പറിന് അർശിന്റെ തണല് കിട്ടാൻ പറ്റും. എന്തുകൊണ്ട്? ആ ചെയ്യുന്ന സേവനം ഉമർ റളിയല്ലാഹു തആല അൻഹു ചെയ്ത സേവനമായതുകൊണ്ട്. ഇനിയിപ്പോ ഇതിന്റെ പേര് വിവാദമൊന്നും ഉണ്ടാക്കണ്ട. അല്ലേ തന്നെ ലീഗിന് സ്വർഗത്തിലേക്ക് കോണി ജാരി വെച്ച 3 പേരാണ് ഫോട്ടോയാണ് ഇപ്പോൾ ഫേസ്ബുക്കിലുള്ളത്. ഒന്ന് റഹ്മത്തുള്ള കാസിമി മുത്തേടം, ഒന്ന് സിംസാറുൽ ഹക്ക് ഹുദവി, ഒന്ന് കബീർ വാക്കവി. ഏതായാലും ചാരി വെക്കട്ടെ, തൽക്കാലം ആവശ്യം വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം എന്ന് ഞാൻ മറുപടി ഒന്നും പറയുന്നില്ല. സിംസാറുൽ ഹക്ക് ഹുദവിയുടെ കാസറ്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്തു. സിംസാറുൽ ഹക്ക് ഹുദവി വന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ ഞാനാണ്. കാരണം നമുക്കെതിരെയുള്ള വേട്ടയാടലിന് തൽക്കാല വിരാമം ഇപ്പം അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത്. തൽക്കാലം ഞങ്ങൾക്ക് ഒരു വിശ്രമം കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി. ഇപ്പം എല്ലാ അമ്പുകളും എല്ലാ അസ്ത്രങ്ങളും അദ്ദേഹത്തിനെ നേർക്കാൻ. ഇനി അവിടെ ഫലിക്കാതെ വരുമ്പോൾ വീണ്ടും തിരിച്ചു വരും. ഏതായാലും ഒരു ഇരയെ കൂടി കിട്ടിയ സന്തോഷത്തിലാണ് വേട്ടക്കാർ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ വേട്ടകളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്ന കവചം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കവചവും സുന്നത്ത് ജമാഅത്ത് എന്ന സമസ്തയുടെ ആശയ ആദിത്യത്തിൽ ഉൾപ്പെട്ടിച്ചു പോകുന്ന നമ്മുടെ ഇഖ്ലാസോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്താണ് ദാറുൽ ബിർറ് എന്നൊരു പ്രത്യേക വിഷയമൊന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും ദാറുൽ ബിർറ് എന്ന് പറഞ്ഞാൽ നന്മയുടെ കുടുംബം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ് ആ കുടുംബം എന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ പരിചയപ്പെടുത്തി ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കിടക്കുകയാണ്. ബഹുമാനരായ ഉസ്താദന്മാർക്ക് ധൃതിയുള്ളവർക്കൊക്കെ പോകാൻ കുഴപ്പമൊന്നുമില്ല. മസ്ജിദുൻ നബവി ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊൻചെമ്പകപ്പൂ തേനുതൽ അതരങ്ങളിൽ നിന്ന് നിറകളിക്കുന്ന അതരമുടികളെ തങ്ങളുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന്റെ പാഠഭാഗങ്ങളാക്കാൻ കാത്തിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൻ നബവി തിങ്ങി നിറഞ്ഞ ശിഷ്യഗണങ്ങൾ ലോകം കാത്തിരുന്നതുപോലെ പതിവ് പോലെ സുബഹി നമസ്കാരത്തിന് ശേഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തുൽ മസ്ജിദുൻ നബവിയുടെ മിമ്പറിന്റെ മുകളിൽ കയറി അള്ളാഹുവിന്റെ പ്രവാചകൻ ആത്മീയതയുടെ വഴിത്താരയുടെ ഏത് പാഠമാണ് തങ്ങളെ ഇന്ന് പഠിപ്പിക്കുന്നതെന്നറിയാൻ സാഗൂതം സശ്രദ്ധം വീട്ടിച്ചിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട അനുയായികളുടെ നേരെ നോക്കി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചുവത്രേ, നിങ്ങളിൽ ആരാണ്
ഒരു അഗതിയെ ഇന്ന് സംരക്ഷിച്ചത്. ആയിരക്കണക്കിന് ആളുകൾ അത്ഭുതത്തോടെ നോക്കുമ്പോ സദസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്ന്, നബിയെ അനയാ റസൂലല്ലാഹ്, ഇന്ന് ഞാൻ ഒരു പാവപ്പെട്ടവനെ, ഒരു രോഗിയെ ഞാൻ ഇന്ന് സന്ദർശിച്ചിട്ടുണ്ട്. അത് മക്കാരുമല്ല, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. രണ്ടാമത്തെ ചോദ്യം വന്നു, നിങ്ങളിൽ ആരാണ് ഇന്ന് ഒരു നോമ്പുകാരന്, നിങ്ങളിൽ ആരാണ് ഒരു നോമ്പുകാരനെന്ന് ഭക്ഷണം കൊടുത്ത് നോമ്പ് തുറപ്പിച്ചത്? അപ്പോഴും ആ ആയിരങ്ങൾ തിങ്ങിക്കൂടിയ സദസ്സിൽ നിന്ന് രണ്ടാമതും എഴുന്നേറ്റ്, നബിയെ ഞാൻ. സദസ്സ് സാഗൂതം നോക്കുമ്പോൾ രണ്ടാമതും ചോദ്യത്തിന് ഉത്തരമായി എഴുന്നേറ്റ് നിന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. മൂന്നാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം വന്നു, നിങ്ങളിൽ ആരാണ് ഇന്ന് പാവപ്പെട്ട നിരാലംബരായ വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുത്തത് ആരാണ് നിങ്ങളിൽ ഒരാൾ എന്ന് ചോദിച്ചപ്പോൾ ആ സമയത്ത് വീണ് സദസ്സിൽ എഴുന്നേറ്റ് നിന്നു മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അനയാ റസൂലല്ലാഹ്, നബിയെ ഞാനാണ് നബിയെ എന്ന് പറയുമ്പോ ഞാൻ എന്റെ സദസ്സിനോട് ആമുഖമൊക്കെ വിട്ട് ഏതാണ് നന്മ ഏതാണ് തിന്മ എന്ന് തിരിച്ചറിയാനുള്ള സത്യാസത്യ വ്യവച്ഛേദനത്തിന്റെയും വ്യതിരക്തതയുടെയും മാനദണ്ഡങ്ങൾ പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ ഗുണപാഠങ്ങൾ ഓർമ്മിപ്പിക്കാണ്. ഈ 3 ചോദ്യത്തിന് ഉത്തരം നൽകിയപ്പോ ഒരു വ്യക്തിക്ക് തന്റെ ഒരു പകലിൽ ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട നന്മകളുടെ ബിറിന്റെ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചപ്പോ ആ 3 ചോദ്യത്തിനും ഉടമയായി ഉത്തരമായി മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നപ്പോ ആ സമയത്താണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വർഗ്ഗത്തിന് 8 കവാടങ്ങളുണ്ട്. ഓരോ കവാടത്തിനും ഓരോ നാമകരണമുണ്ട്. ബാബുസ്സലാ, ബാബുസ്സക്കാ, ബാബുസ്സദഖാ. ഒരു വാതിലിന്റെ പേര് നമസ്കാരത്തിന്റെ ബാബുസ്സലാത്ത് എന്ന, നമസ്കാരം നിർവഹിച്ചവരെ സ്വർഗത്തിന്റെ ആ വാതിലൂടെ കടത്തിവിടുക. സദഖ നിർവഹിച്ചവർക്ക് പോകാൻ ബാബുസ്സദഖ എന്ന മറ്റൊരു വാതിലുണ്ടത്രേ. അതല്ല, സക്കാത്ത് നിർവഹിച്ചവർക്ക് പോകാൻ ബാബുസ്സക്കാത്ത് എന്ന വേറൊരു വാതിലുണ്ടത്രേ. അങ്ങനെ സ്വർഗത്തിന് 8 കവാടങ്ങളിൽ 8 കവാടങ്ങളിലൂടെ ഓരോ നന്മകളൊക്കെ ചെയ്തവർക്കും പ്രത്യേകം പ്രത്യേകം കവാടങ്ങളുണ്ട്. പക്ഷേ അബൂബക്കറേ, നാളെ സ്വർഗത്തിന്റെ 8 വാതിലുകളിലും ഒരേ സമയത്ത് നിന്റെ പേരല്ലാഹു വിളിക്കുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. നാളെ സ്വർഗ കവാടത്തിന്റെ 8 വാതിലുകളിലും ഒരേ സമയത്ത് പേര് വിളിക്കപ്പെടുന്ന ഒരേ ഒരു മനുഷ്യൻ നീയാണ് അബൂബക്കറേ റളിയല്ലാഹു തആല അൻഹു. താൻ ജീവിതകാലത്ത് ചെയ്ത നന്മയുടെ പാരിതോഷികമായി പരലോകത്തിന്റെ പരിപ്രാപ്യമായ സ്വർഗലോകത്തിന്റെ സുഖാനുഭൂതികളെ പറഞ്ഞു കൊടുക്കുമ്പോ യഥാർത്ഥത്തിൽ നന്മയാണ് ജീവിതത്തിന്റെ മുഖമുദ്ര എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തിന്മയുടെ ഭാഗത്തേക്ക് നടന്നു പോകരുത്. അല്ലാഹു ആയുസ് തന്നത് നന്മ ചെയ്യാനാണ്. എല്ലാവരോടും നന്മ പറഞ്ഞു കൊടുക്കുക. അദ്ദീനു അന്നസിഹ, അദ്ദീൻ എന്ന് പറഞ്ഞാൽ ആ ദീന് ഗുണകാംക്ഷയാണ്. ആരോടാണ് തിരുദൂതരെ ചോദ്യം വന്നു മദീനത്തെ പള്ളിയിൽ, ആരോടാണ് ഗുണകാംക്ഷ നിർവഹിക്കപ്പെടേണ്ടത്? എന്താണ് ഇസ്ലാമിന്റെ മഹിതമായ മൂല്യമെന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊടുക്കാൻ. ഗുണമെന്ന് പറഞ്ഞാൽ അത് ഗുണകാംക്ഷയാണ്. ആരോടാണ് നബിയേ? അലില്ലാഹി വലി റസൂലിഹി, അള്ളാഹുവിനോടുള്ള ഗുണകാംക്ഷ, അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള ഗുണകാംക്ഷ. ഇല്ല ഇല്ല, ഈ ലോകത്തുള്ള സകലമായ ജീവജാലങ്ങളോടും ജന്തുജാലകങ്ങളോടും മനുഷ്യനായി പിറന്നവനോട് നന്മയോടെ പ്രവർത്തിക്കണേ. നന്മയാണ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സുഹൃതമെന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊടുക്കാമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയിൽ സുബഹി കഴിഞ്ഞിട്ട് പഠന അധ്യായം ഏതെന്നറിയോ? അത് നിസ്കാരം പഠിപ്പിക്കല് മാത്രമല്ല, സക്കാത്തിന്റെ നിയമം മാത്രമല്ല, സ്വത്തവകാശത്തിന്റെ ഫറായിലിന്റെ നിയമങ്ങളല്ല. മദീനയിലൊരു പള്ളി ഉണ്ടായിരുന്നത്രേ, അവിടെ ഒരു നേതാവുണ്ടായിരുന്നത്രേ. ആ നേതാവിന്റെ മുമ്പിൽ തടിച്ചുകൂടിയ ആളുകളോട് നേതാവ് ആദ്യം ചോദിച്ചത് നിങ്ങൾ ആരുടെയൊക്കെ തലവെട്ടി എന്നല്ല, ആ യുദ്ധത്തിൽ ആര് ജയിച്ചെന്നല്ല. അയൽപക്കത്തുള്ളവൻ വിശപ്പ് കൊണ്ട് നിലവിളിച്ചപ്പോ ആരാണ് ആ നിലവിളിക്ക് ഉത്തരം നടത്തിയത്? ആരാണ് തൊട്ടടുത്ത് നിന്ന് നിലവിളിച്ചവന്റെ നിലവിളി കേട്ടത്? അപ്പോൾ
എല്ലാവരും എഴുന്നേറ്റ് നിന്നു. സാഹിബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അയൽപക്കത്ത് നിലവിളിക്കുന്നവന്റെ നിലവിളി കേൾക്കാൻ കഴിയാത്തൊരു ലോകത്ത് വെച്ചാണ് മസ്ജിദ് നബവിയുടെ ചോദ്യം ചർച്ച ചെയ്യപ്പെടുന്നത്. ആരാണ് അയൽപക്കക്കാരന്റെ നിലവിളി കേട്ടത്? പെരുമ്പാവൂർ ലിംഗത്തിലൂടെ മാരകമായ ആയുധം കയറ്റപ്പെട്ട് ചിതറിത്തെറിച്ചു പോയ ജിഷ എന്ന പെൺകുട്ടി. ആ പെണ്ണ് പട്ടാപ്പകല് നിലവിളിച്ചപ്പോ സ്വന്തം ഗുഹ്യസ്ഥാനത്തിലേക്ക് ഇരുമ്പ് കമ്പ് കുത്തി കയറ്റിയപ്പോ തൊട്ടടുത്തുള്ള ഓരമറയിൽ കിടന്ന് നിലവിളിച്ച പെണ്ണിന്റെ നിലവിളി കേൾക്കാൻ അയൽപക്കത്തൊരാൾ പോലും ഇല്ലാതിരുന്ന ആ പെണ്ണ് നിലവിളിച്ചതെന്ന് കേട്ടിരുന്നെങ്കിൽ, അയൽപക്കത്ത് നിന്ന് ഒരാൾ ഓടി വന്നിരുന്നുവെങ്കിൽ ആ ഡൽഹിയിലെ പെണ്ണിനെ പോലെ ലോക മനസാക്ഷി നടുക്കിച്ച ഒരു ക്രൂരതയ്ക്ക് കേരള സാക്ഷ്യം വഹിക്കില്ലായിരുന്നു. പെണ്ണെന്ന് പറഞ്ഞാൽ അവളെ മലത്തി കടത്തി മാനഭംഗം ചെയ്യാനുള്ളതാണെന്ന് തെറ്റിദ്ധരിച്ചു പോയ കാമപ്പേക്കൂത്തിന്റെ ലോകത്തിന്റെ മുമ്പിൽ കേരളത്തിന്റെ പെണ്ണെവിടെയാണ് തിന്നുക? ഭാരത സ്ത്രീധന ഭാവശുദ്ധി എന്ന് പാടിപ്പുകറ്റിയ മലയാളത്തിന്റെ കവി മണ്ണിൽ കിടന്നിപ്പോൾ ലജ്ജിക്കുകയായിരിക്കാം. പെരുമ്പാവൂരിലെ ജിഷ എന്ന പെൺകുട്ടി അവരുടെ ചുരിദാറിന്റെ ഉള്ളിലവർ പെൺക്യാമറ ഘടിപ്പിച്ചിട്ടാണ് നടന്നു പോയത്. ഇന്ന് കേരളത്തിന്റെ പെണ്ണിന്റെ ജീവിതത്തിന്റെ അവസ്ഥ കടന്നു തോടിച്ചാൽ സ്വന്തം നാടിന് നേരെ പാഞ്ഞു വരുന്ന കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ മാറത്ത് ക്യാമറയും കുത്തിപ്പിടിച്ച് നടക്കേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിന്റെ പെണ്ണ് മാറിപ്പോകുമ്പോ, എല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോ പാവപ്പെട്ട പെണ്ണിന്റെ മാറിലേക്ക് അസൂയയോടെ വലിച്ചെറിയുന്ന പേനാകത്തുകളെ കടന്നു പോകുമ്പോ, അയൽപക്കത്ത് കടന്ന് പട്ടാപ്പകളുടെ പെണ്ണ് മാനഭംഗം ചെയ്യപ്പെട്ട് നിലവിളിച്ചപ്പോ അടുത്ത് കേൾക്കാൻ ഒരാൾ പോലും ഇല്ലാത്ത രീതിയിൽ ഇത് ആഫ്രിക്കയുടെ കഥയല്ല, ഇത് ജീവിതത്തിന് വേഗത കൂടിയ ന്യൂയോർക്കിന്റെ കഥയല്ല. പെരുമ്പാവൂർ എന്ന മലയാളത്തിന്റെ മണ്ണിൽ ഒരു അടച്ചു റൂട്ടില്ലാത്ത റൂമിന്റെ ഒരു പെണ്ണ് നിലവിളിച്ചപ്പോൾ നിലവിളി കേൾക്കാൻ ഒരയൽപക്കക്കാരൻ പോലും ഇല്ലായിരുന്നു അത്രേ. ഇവിടെയാണ് ഒരിക്കൽ കൂടി നാം ചോദിക്കുന്നത്, മദീനേ ഉഖ്ബാ തെരീ ഗലീമേ ഉഖറാ തെരീ ഗലീമേ. അല്ലാഹുവിന്റെ തിരുദൂതരേ, ആഖിറവും അങ്ങയുടെ പട്ടണത്തിലാണ്, ദുനിയാവും അങ്ങയുടെ പട്ടണത്തിലാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാ, ആരാണ് അയൽപക്കത്ത് കിടന്ന് വിശന്നവെന്ന നിലവിളി കേട്ടത്? അനയാ റസൂലല്ലാഹ്, അത് ഞാനാണ് നബിയേ, മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് സഹോദരങ്ങളെ, ദാറുൽ ബിർ എന്ന് പറഞ്ഞാൽ നന്മയുടെ ഭവനം. ഒരു നന്മയുടെ ഭവനത്തിന് ഇവിടെ അടിത്തറവാകുമ്പോ നാമും ഒരു നന്മയുടെ ഭവനത്തിന് അടിസ്ഥാനമാകണം. തന്റെ ജീവിതം മുഴുവനും നന്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ച, തിന്മയുടെ ഭാഗത്തോട്ട് നടന്നു പോകാതെ ജീവിച്ച മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല ഒരു അത്ഭുതമാ. അതുകൊണ്ടാണല്ലോ മഹാനവറുകൾ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബി വഫാത്തിന്റെ വേളയിൽ കിടക്കുമ്പോ, മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന്റെ വേള പ്രിയപ്പെട്ട പൊന്നുമോന് ആയിഷ റളിയല്ലാഹു തആല ചാരത്തേക്ക് വന്ന് പ്രിയപ്പെട്ട ഉപ്പ സക്കറാത്തിന്റെ വേദനയിൽ പടയുമ്പോ ഉപ്പാന്റെ അടുക്കൽ വന്നിട്ട് ആയിഷ ബീവി പറഞ്ഞു, അത്രേ അല്ലാഹുവിന്റെ തിരുദൂതരുടെ കൂട്ടുകാരാ, അങ്ങ് ഞങ്ങളുടെ ഇടയിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ ഇനി ആരാണ് അങ്ങേക്ക് ഞങ്ങൾ പകരക്കാനുള്ളത്? എന്റെ ഉപ്പ എന്നോട് വിട പറഞ്ഞു പോയാൽ ഇനി ആരാണ് എനിക്ക് പകരക്കാരനായി എന്റെ ഉപ്പക്ക് പകരമുള്ളത് എന്ന് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല വേദന കൊണ്ട് പിടയുമ്പോ, ആയിഷ ബീവിക്കും 20 വയസ്സാണ് പ്രായം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് 63 വയസ്സ്. തന്റെ പ്രിയപ്പെട്ട സദീഖിന്റെ നിഴല് പോലെ അതേ അവസ്ഥയിൽ തന്നെ വിട പറഞ്ഞു പോകുമ്പോ ഉപ്പാന്റെ സക്കറാത്തിന്റെ വേദനയിൽ പൊട്ടിക്കറിയുക. ഉപ്പ വിട പറഞ്ഞു പോയാൽ ഞങ്ങൾക്ക് പിന്നെ പകരക്കാരൻ ആരാണുള്ളത്? ഒരിക്കൽ കൂടി നന്മക്ക് വേണ്ടി നിലകൊണ്ട നായകനെ നാം ചരിത്രത്തിന്റെ മരണത്തിന്റെ മുഹൂർത്തത്തിൽ കണ്ടുമുട്ടുമ്പോ ഇങ്ങനെയായിരുന്നു മഹാനവറുകളുടെ മരണമത്രേ. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞു, മോളെ ആയിഷ, അങ്ങനെ പറയാനല്ലല്ലോ അല്ലാഹു പറഞ്ഞു തന്നത്. മരിക്കാൻ കിടക്കുന്ന ആരുടെ മുമ്പിൽ അങ്ങനെയല്ലല്ലോ പറയേണ്ടത്, പിന്നെ എന്താണ് പറയേണ്ടത്? മാനവറുകൾ ഓടുകയാ. അല്ലാഹു പറഞ്ഞത് ഇങ്ങനെയല്ലേ,
നീ ഒളിച്ചോടി നടന്ന മരണം നിന്റെ മുമ്പിലെത്തി. അതാലിക്കമാക്കുന്നുണ്ട് മിനുഹുത്തഹീ, ആ മരണം വരാണ് നീ മാറി ഒളിച്ചു നടന്നടാ. മാറി ഒളിച്ചു നടന്ന മരണം നിന്റെ കൺമുമ്പിലെത്തുകയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാറി ഒളിച്ചു നടന്ന മരണം നമ്മുടെ മുമ്പിലെത്തി പോകുമ്പോ ഏത് സമയത്താ മരണം വരുന്നതെന്നറിയോ? ഈ അടുത്ത സമയത്ത് കേരളത്തെ പിടിച്ചു കുലുക്കിയ കൊല്ലം പരവൂര് പുട്ടിങ്ങൽ ക്ഷേത്രത്തിലെ വെടിക്കെട്ട അപകടം, അതിനാ സന്ദർശിക്കാനാ സ്ഥലത്ത് പോയപ്പോ അടുത്ത് നിന്ന് സമീപവാസി പറഞ്ഞു, സ്ഥാറ് 8 മണി മുതൽ തുടങ്ങി വെടിക്കെട്ട് 4 മണിക്കാണ് ദുരന്തമുണ്ടാകുന്നത്. ആ സമയത്ത് 80% വെടിക്കെട്ടുകൾ ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി 20% മാത്രമാണ് പൊട്ടിത്തെറിച്ചത്. അവസാനം 3:45 മണിയായി. വെടിക്കെട്ട് അപകടം നടക്കുന്നതിന് 4 മിനിറ്റ് മുമ്പ് എന്റെ കയ്യിൽ പിടിച്ച പൊന്നുമോൻ എന്നോട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്ന വെള്ളം വേണം. അവനോട് പറഞ്ഞു, മോനെ കലാശക്കൊട്ട് നടക്കാൻ പോവാ, അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞപ്പോ ഇതുവരെ കാണിക്കാത്ത നിർബന്ധ ബുദ്ധിയോടെ എന്നെ മകന്റെ എന്റെ വിരലിൽ പിടിച്ചു നിലവിളിച്ചു. അവന് കരഞ്ഞപ്പോ വെള്ളം വാങ്ങിച്ചു കൊടുത്തിട്ട് അവസാനത്തെ കലാശക്കൊട്ടിന്റെ പോരിമയും ഗരിമയും കാണാ. ഞാൻ അവിടെ നിന്ന് 200 മീറ്റർ അപ്പുറത്തേക്ക് പോയില്ല. ആകാശത്ത് തീഗോളങ്ങൾ പൊട്ടിച്ചതുപോലെ വെടിക്കെട്ടപകടത്തിന്റെ ബീഭത്സമായ അപകടത്തിന്റെ മണിമുഴക്കം കേൾക്കുമ്പോ ഒരല്പസമയം കൂടി ഒരു 4 മിനിറ്റ് മുമ്പായിരുന്നെങ്കിൽ ഞാനും എന്റെ ഈ പൊന്നുമോനും വെടിക്കെട്ടപകടത്തിന്റെ ചിതറിത്തെറിച്ച മാംസകഷണങ്ങളായി ആ ദുരന്ത ഭൂമിയിൽ നിൽക്കുമായിരുന്നെന്ന് പറഞ്ഞപ്പോ തീർന്നില്ല. ആ സമയത്തതിന്റെ തൊട്ടഭാഗത്തൊരു ചെറിയ കിണർ കിടക്കും. എന്നോട് പറഞ്ഞു, ബാക്കിയോടോട്ട് പോകണ്ട. എന്താണെന്നറിയോ? വെടിക്കെട്ടപകടത്തിൽ ശരീരഭാഗങ്ങൾ ചിഹ്നിച്ചത്. ആ കിണറ്റിന്റെ ഉള്ളിൽ ഉടലില്ലാത്ത തലയുണ്ട്, തലയില്ലാത്ത ഉടലുകളുണ്ട്, ചിതറിത്തെറിച്ച കൈകാലുകളുണ്ട്. പച്ചമാംസം നീങ്ങുന്നാറിയിട്ടതിൽ നിന്ന് ദുർഗന്ധം വമിക്കുകയാ. അവിടെ എന്നോട് കാണിച്ചുകൊണ്ട് വെടിക്കെട്ട് നടത്തിയ വെടിപ്പുരയുടെ കോൺക്രീറ്റ് ഭീമ തകർന്നിട്ട് അത് തകർന്നവിടെ കിടക്കുകയാ. ഏതാണ്ട് 10-12 അടി നീളത്തിൽ ഭീമുകൾ കിടക്കാണ്. അതിന്റെ അടിയിലാണ് 4 മൃതശരീരങ്ങൾ കിടന്നത്. ദുരന്ത സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചു വെച്ചതാ. അപകടവാർത്തെറിഞ്ഞ് ഫയർഫോഴ്സ് എത്തിയിട്ട് രക്ഷിക്കാൻ വേണ്ടി കരിഞ്ഞു വരുന്ന മനുഷ്യമാംസത്തിന്റെ ഗന്ധത്തിന്റെ ഇടയിലൂടെ ഓടിച്ചെല്ലുമ്പോ എന്റെ കാലിൽ ആരോ കടന്നു പിടിച്ചു. നോക്കുമ്പോ കോൺക്രീറ്റ് ബീമിന്റെ ഉള്ളിൽ അരഭാഗം മുഴുവനും തകർന്നു ധരിപ്പണമായി. ഒരു ചെറുപ്പക്കാരൻ കയ്യിൽ പിടിച്ചിട്ട്, സാറേ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകരുതേ, എന്നെ ഒന്ന് പിടിച്ചിട്ടൊന്ന് തിരിച്ചു കടത്തുമോ, എനിക്ക് വേദന സഹിക്കാൻ കഴിയില്ലെന്ന് വെന്ത് പുറത്തുപോയ ശരീരത്തിന്റെ ഒരു ചെറുപ്പക്കാരൻ കയ്യിൽ പിടിച്ച് നിലവിളിക്കുമ്പോ എന്നെ കേൾക്കാനെത്ത പുല്ലാളൂരെ ചെറുപ്പക്കാരാ, ഒരു നിമിഷം കൊണ്ടവൻ സ്വയമായി നിന്നവനാണ്. നട്ടലിൽ നിവർന്ന് നിന്ന ചെറുപ്പക്കാരനാണ്. സ്വയം അവൻ ഉരുണ്ടുവരന്ന് നടന്നവനാ. അള്ളാഹുവിന്റെ വിധി വരുന്നപ്പോ കോൺക്രീറ്റ് ബീമിന്റെ ഉള്ളിൽ കിടന്ന് ചതഞ്ഞരഞ്ഞ് അതിന്റെ ഉള്ളിലാ 4 മൃതദേഹങ്ങളെ കിടന്നത്. ആ മൃതദേഹമെടുക്കാൻ JCB വന്ന് പൊക്കിയിട്ട് കോൺക്രീറ്റ് ബീം അനങ്ങിയിട്ടില്ല. 2 JCB വന്ന് അനങ്ങിയില്ല. 3 JCB ഒരേ സമയത്ത് വന്നതിന് 3 ടീത്തുകൾ പിടിച്ചപ്പോഴാ കോൺക്രീറ്റ് ബീം ഒന്ന് നല്ല പൊന്തിയില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ കോൺക്രീറ്റ് വിമാനം അവിടെ നിന്ന് 1.5 കിലോമീറ്റർ അകലേക്ക് ആകാശത്തിലൂടെ പാഞ്ഞുപോയി. അവിടെ ബൈക്കിലോട്ട് കയറാൻ പോകുന്ന ചെറുപ്പക്കാരന് ഒരു 3 JCBയുടെ ടീത്ത് പിടിച്ചിട്ട് അനങ്ങാത്ത കോൺക്രീറ്റ് ബീം വെടിക്കെട്ടപകടത്തിന്റെ തീവ്രതയിൽ ആകാശത്തൂടെ 1.5 കിലോമീറ്റർ പാഞ്ഞ് പരവൂര് ടൗണിലെ നടുറോഡിന്റെ മധ്യത്തിൽ പോയി കുത്തുവീണ് അവിടെ നിന്ന് നേരെ എതിർവശത്തുള്ള കടയുടെ ഷട്ടറിലിടിച്ച് അവിടെ നിന്ന് 3ാമത് തിരിച്ചു വന്ന് ബൈക്കിലോട്ട് കയറാൻ പോകുന്ന ചെറുപ്പക്കാരന്റെ തല തകർത്ത് തരിപ്പണമാക്കി പാഞ്ഞു പോയെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, മരണമെടുത്തെത്തിയപ്പോ 4 മിനിറ്റ് മുമ്പ് അല്ലാഹു നിനക്ക് ഉമ്മാന്റെ ഗർഭാശയത്തിൽ 4ാം മാസത്തിൽ എഴുതി വെച്ച ആയുഷിന്റെ കണക്ക് പുസ്തകം എത്തിയിട്ടില്ലെന്ന് പറഞ്ഞ് മരണത്തിന്റെ തൊട്ടടുത്ത് നിന്നവനെ അകലേക്ക് മാറ്റുകയും അവിടെ നിന്ന് 1.5 കിലോമീറ്റർ അകലെ കിടന്നവന് ആ മരണത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്തതാരാ? അവനാണ് സക്കറത്തുൽ മൗതി ബിൽ ഹഖ്, അദാലിക മാ കുനത മിൻഹു തഹീദ്.
ചെയ്ത് അള്ളാഹു നിങ്ങൾ ഓടി ഒളിക്കുന്ന മരണം നിങ്ങളുടെ ചാരത്ത് വരികയാ. ഞാൻ കൂടുതൽ കഥകൾ പറയുന്നില്ല, സമയമില്ലൊരുക്കു. കഴിഞ്ഞ ആഴ്ച 4 ദിവസം മുന്നേ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ഒരു അപകടം നടന്നല്ലോ. അള്ളാഹു ഒരു സംവിധായകന്റെ ഹിറ്റതയോട് ഒരു ഫോട്ടോ ഷൂട്ടിംഗ് ഫിനിഷിന്റെ പാടവത്തോടെ അസറായിൽ വരുമ്പോ 4 മക്കളാണ്. ചൊക്കളിലുള്ള പാവപ്പെട്ട ഉപ്പാക്ക് അനിയനെ ഗൾഫിലേക്ക് യാത്രയേക്കാൻ നെടുമ്പാശ്ശേരിയിലേക്ക് 3 ചേട്ടന്മാർ കൂടെ പോകുന്നു. അവരുടെ ഇന്നോവ കണ്ടെയ്നർ ലോറിയുടെ പുറകിലെത്തുന്നു. ഒന്നതിന് ഓവർടേക്ക് ചെയ്യാൻ 2 സെക്കൻഡ് മാത്രം മതി. കോട്ടക്കര വളവിലേക്ക് ഇന്നോവയിലെ 4 പേരടങ്ങുന്ന സംഘം അവരുടെ വാഹനം ഓവർടേക്ക് ചെയ്ത് കണ്ടെയ്നർ ലോറിയും ഇന്നോവയെ സമാന്തരമായി റോഡിലെത്തുന്നു. ആ സമയത്ത് കണ്ടെയ്നർ ലോറി ഹമ്പിൽ കയറുന്നു. ഒരിക്കലും നടക്കാത്തതുപോലെ ലോറിയിൽ നിന്ന് കണ്ടെയ്നറിന്റെ നിയന്ത്രണം വിട്ട് ആ കണ്ടെയ്നർ ഇന്നോവയുടെ മുകളിലേക്ക് മറിഞ്ഞു വീഴുന്നു. പ്രിയപ്പെട്ട ഇളയ സഹോദരനെ യാത്രയേക്കാൻ പോയ വഫാത്ത്, യാത്രയേക്കാൻ വേണ്ടി 3 മക്കളുടെ മൃതദേഹമാണ്. ആ 3 മക്കള് തന്നെ 2 പേരുടെ ഭാര്യമാര് പരിപൂർണ ഗർഭിണികളാ. യാത്രയറച്ചു പോയ മക്കൾ 3 വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് 3 മക്കളും ഒരേപോലെ വരുമ്പോ അള്ളാഹു ആ മാതാപിതാക്കൾക്കും കുടുംബത്തിനും അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. മരിച്ചവർക്ക് അള്ളാഹു പരലോകവും ഖബറും വിശാലമാക്കി കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒരു ഡയറക്ടറിന്റെ നിർമ്മിതിയുടെ കൃത്യത പോലെ, ഒരാശാരിയുടെ ജാമിതീയ കണക്ക് പോലെ അസ്റായിലിനെ ഇത്ര ഭംഗിയായിട്ട് സംവിധാനിച്ചുണ്ട്. ആരും തീരുമാനിക്കാത്ത സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ പ്രാണം കൊത്തിപ്പറിക്കാൻ നമ്മുടെ മുമ്പിലേക്ക് വിടുമ്പോ മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വഫാത്തിന്റെ വേളയിൽ പറയാ, ഓ സക്കറത്തുൽ മൗതി ബിൽ ഹഖ് അദാലിക മാ കുനത മിൻഹു തഹീദ്. നീ ആരും കാണാതെ ഓടി ഒളിച്ച മരണം നിന്റെ കൺമുമ്പിൽ വന്ന് നിൽക്കുകയാ. ഇത് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരയാൻ തുടങ്ങി. ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്റെ ഉപ്പ വഫാത്താകുന്ന നേരത്ത് തന്റെ ഉപ്പാന്റെ ചാരത്ത് നിന്ന് പാടിയ 2 വരി കവിതകൾ കാണാ. അത് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ഉപ്പാന്റെ ചാരത്ത് നിന്ന് സക്കറാത്തിന്റെ വേദനയിൽ പടയുമ്പോ ആയിഷ ബീവി പറഞ്ഞു, അത്ര ഉപ്പ വാബിയലു യുസ്തസഖൽ ഗമാമു ബിവജിഹി തിമാലുൽ യതാമാ ഇസ്മത്തുൽ അറാമിനി. ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള എന്റെ ഉപ്പ തിമാലുൽ യതാമ, നിങ്ങൾ അഗതികളുടെ സംരക്ഷകനായിരുന്നുവല്ലോ. ഇസ്മത്തുൽ അറാമിനി, നിങ്ങൾ വിധവകളുടെ അത്താണി ആയിരുന്നുവല്ലോ. ഉപ്പ തിമാലുൽ യതാമ, നിങ്ങളത്തെ യതീമി, നിങ്ങളുടെ സംരക്ഷകനായി. എത്രയെത്ര പാവങ്ങൾക്ക് നിങ്ങൾ എത്രയോ നാള് ഭക്ഷണം കൊടുത്ത എന്റെ ഉപ്പയാ. ഇസ്മത്തുൽ അറാമിനി, എത്രയെത്രയോ വിധവകൾക്ക് നിങ്ങൾ കൈത്താങ്ങായടാ. വാപ്പ മരിക്കാൻ നേരത്ത് വാപ്പ ജീവിതത്തിൽ ഏതിനു വേണ്ടി നിലകൊണ്ടോ ആ നിലകൊണ്ട നന്മയുടെ പാഠങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു കൊടുത്തു. പ്രിയപ്പെട്ട മകൾ, ബഹുമാനപ്പെട്ട മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ പാരവച്ചും ഇങ്ങനെ കൂട്ടിക്കൊടുത്തിട്ടും ജീവിച്ചിട്ടെന്ന് നേടാനാണ്. ജീവിക്കുന്നിടത്തോളം കാലം നന്മയുടെ പക്ഷത്ത് തന്നെ നിലനിൽക്കണം. ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം നന്മയാകണം. മരിക്കാൻ കിടക്കുമ്പോ മക്കൾ പോലും മയ്യത്തിന്റെ ഭാഗത്ത് നിന്ന് പറയണം, ഞങ്ങളുടെ വാപ്പ നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ടവനായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ ഇതൊരു വലിയ പാഠമാണ്. വാപ്പ മരണാസന്നനായപ്പോ മക്കൾ നിന്ന് പറയാണ്, ഞങ്ങളുടെ വാപ്പ ഞങ്ങൾക്ക് വേണ്ടിയല്ല ജീവിച്ചത്, ഞങ്ങളുടെ വാപ്പ ജീവിച്ചത് അഗതികൾക്ക് വേണ്ടിയാണ്, അനാഥകൾക്ക് വേണ്ടിയാണ്, അശരണർക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരണപ്പെട്ട് മണ്ണിന്റെ അടിയിലേക്ക് പോയിട്ടും ലോകം ഇന്നും പറയുന്നത് തങ്ങൾ ജീവിച്ചത് കുടുംബത്തിന് വേണ്ടിയല്ല, തങ്ങൾ ജീവിച്ചത് ലോകത്തിന് വേണ്ടിയാണ്, തങ്ങൾ ജീവിച്ചത് സാധുക്കൾക്ക് വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എനിക്കുറപ്പാണ്. നാളെ ഇളയച്ചിരിന്റെ മരണാവസ്ഥയിലെത്തുമ്പോ മക്കൾ പറയും, ഞങ്ങളുടെ വാപ്പ ജീവിതത്തിന് വേണ്ടി ഒടിച്ചു വെച്ചവരായിരുന്നു. റസാഖ് മാഷിനെ കുറിച്ച് പറയാൻ കഴിയും.
അത് സ്ഥാനാർത്ഥിയാണല്ലോ എന്നുള്ളത് എനിക്ക് വിഷയമല്ല. ഇനി അതിൻ്റെ പേര് എന്ത് ഭൂകിലുണ്ടായാലും അതെനിക്ക് പ്രശ്നമല്ല. നാളെ ആ മനുഷ്യനെ കുറിച്ച് പറയേണ്ടി വരും. പ്രിയപ്പെട്ട മകൾ എന്നോട് പറഞ്ഞൊരിക്കൽ നേരത്തെ, ഉസ്താദെ എൻ്റെ മോളൻ്റെ ഒരു ദൗർബല്യമാണ്, ആ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം മോളാണ്. അവസാനം പറയും, ഞങ്ങളുടെ വാപ്പ ഓടി നടന്നത് ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല. എന്നോടൊരിക്കൽ ഞാൻ ആദ്യം ഇളയത്തിൽ വട്ടോളിയിൽ വാതിന് വരുമ്പോൾ അന്ന് മോൾ എന്നോട് പറഞ്ഞു, വാപ്പായെ ഞങ്ങൾക്ക് കാണാൻ പോലും കിട്ടാറില്ല, CH സെന്റർ, അതിനു വേണ്ടി തന്നെ ജീവിതം. പാവങ്ങൾക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നാളെ മരിക്കുന്ന നേരത്ത് മക്കൾക്ക് പറയാൻ കഴിയും, എൻ്റെ വാപ്പ ജീവിച്ചത് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയായിരുന്നില്ല, ഞങ്ങളുടെ വാപ്പ ജീവിച്ചത് നന്മക്ക് വേണ്ടിയായിരുന്നു. തിമാലുൽ യതാമ ആയിഷ ബീവി പാടിയതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്ത് വെച്ച്. തിമാലുൽ യതാമ ഇസ്മത്തുൽ അറാമിലി. എന്റെ വാപ്പ എത്രയെത്ര ജീവിതമാണ് നാം പിടിപ്പിച്ചത്. ഡയാലിസിന് വിധിക്കപ്പെട്ട് ചെയ്യാൻ കഴിയാറ് മരണം മുഖാമുഖങ്ങണ്ട എത്രയെത്ര പേരാണ്. അല്ലാഹുവേ, ശിഹാബ് തങ്ങളുടെ ലോകത്ത് നൽകിയ ഈ സംഭാവനയുടെ പൂർത്തീകരണമായി CH സെന്ററിലൂടെ ജീവിതത്തിലേക്ക് നടന്നു വന്നത് ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ സഹോദരങ്ങൾ നിലകൊണ്ടത് ജീവിതത്തിൽ നന്മയ്ക്ക് വേണ്ടിയായിരുന്നുവല്ലോ. മരിക്കുന്ന സമയത്താണ് പറയേണ്ടത്, അല്ലാഹുവേ, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മയുടെ പ്രതിഫലം നന്മയല്ലാതെ മറ്റൊന്നുമല്ല. ആരാണോ നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ടത് അവന് നന്മയുമായിട്ട് രാജിയാവാൻ കഴിയൂ. നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ടവര് തിന്മയോട് രാജിയാവാൻ കഴിയില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അതുകൊണ്ട് നമ്മൾ ദാറുൽ ബിറിന്റെ ആളുകളാവണം. ദാറുൽ ബിർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബമേ ഒരു നന്മയുടെ ഭവനമാകണം. അവിടെ എത്താൻ കഴിയുന്നവർക്കൊക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മഹാനായ അബൂദൽ ഗിഫാർ റളിയല്ലാഹു തആല അൻഹു ചെന്നിട്ട് ചോദിച്ചു, നബിയെ, എന്താണ് സ്വർഗത്തിലേക്കുള്ള വഴിയൊന്ന് പറഞ്ഞു തരൂ, സ്വർഗത്തിലേക്കുള്ള വഴിയൊന്ന് പറഞ്ഞു തരണം. അതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ നിങ്ങളോട് ആവർത്തിച്ചു പറയുന്നു, പലപ്പോഴും ഗൾഫിലൊക്കെ പ്രസംഗിക്കുമ്പോൾ മസ്കറ്റ് KMCCയുടെ പ്രസിഡന്റാണ് CKV, ദുബൈ KMCCയുടെ UAE KMCCയുടെ പ്രസിഡന്റാണ്, ജനറൽ സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട ഇളയച്ചിൽ. അവരുടെ ത്യാഗങ്ങളെ എടുത്തു പ്രസംഗിക്കാനുള്ള കാരണം ഈ നന്മകൾ പറയാനുള്ള ആർജവമുള്ളത് കൊണ്ടാണ്. അവർ വ്യക്തിപരമായി തിന്മകളുള്ളവരാണെങ്കിൽ അത് അവർ അല്ലാഹുവേ നമ്മിലായിക്കോട്ടെ. ഒരു മനുഷ്യൻ ചെയ്യുന്ന നന്മകൾ വിളിച്ചു പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മളെയൊക്കെ മുദ്ര കുത്തപ്പെടുന്നത്. സന്തോഷം ചാർത്തിത്തന്ന തിലകക്കുറി ഏറ്റവും വലിയ അഭിമാനത്തിന്റെ തിലകക്കുറിയായി നാം ഏറ്റെടുക്കുന്നു. പരാതിയില്ല, പരിഭവങ്ങളില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചെയ്യാൻ കഴിയാത്തത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ് ദാറുൽ ബിർ പോലെ നമ്മുടെ വീടും അങ്ങനെയായി മാറണം. ദാറുൽ ബിർ എന്ന് പറഞ്ഞാൽ നന്മയുടെ ഭവനം. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്ന വേളയിൽ മകൾ പറഞ്ഞതാണ്, ഉപ്പ ജീവിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നല്ലോ, ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ ഞങ്ങളുടെ ഉപ്പയെ, ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയില്ലല്ലോ ഉപ്പയെ. മഹാനായ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പറയുന്നുണ്ട്, കൊടപ്പനക്കൽ തറവാട്ടിന്റെ തിരക്കിന്റെ ഉള്ളിൽ ഞങ്ങളുടെ വാപ്പയെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പാതിരാവോളം നീണ്ടു നിൽക്കുന്ന ആവലാതിക്കാരുടെ പ്രളയത്തിന്റെ നടുവിൽ പരീക്ഷണനായി വാപ്പ വരുമ്പോൾ ഞങ്ങൾ തളർന്നു കിടന്നിറങ്ങിയിട്ടുണ്ടാവും. എന്നാലും ആ സമയത്ത് വാപ്പയുടെ സാമീപ്യം ഞങ്ങൾക്ക് കിട്ടാതിരുന്ന നേരങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ശിഹാബ് തങ്ങളുടെ ഭാര്യ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ സൂറത്തുൽ വാഖിയ ഓതാതെ, സൂറത്തുൽ മുൽക്ക് ഓതാതെ ഞങ്ങൾക്ക് കിടക്കാൻ ഭക്ഷണം തരുമായിരുന്നില്ല എന്ന് തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ സ്മരിക്കുമ്പോൾ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. വാപ്പ തിരക്കിലാകുമ്പോഴും വാപ്പ നന്മയ്ക്ക് വേണ്ടി മാലോകർക്ക് വേണ്ടി ഓടി നടക്കുമ്പോ എല്ലാ പിന്തുണയുമായി ചാരത്ത് നിന്ന ഒരു ഭാര്യ ആവാൻ കഴിയുന്നില്ലേ സഹോദരങ്ങളെ? ആവാൻ കഴിയുന്നില്ലേ നമുക്ക്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നന്മയുടെ കുടുംബത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് നന്മ? നന്മ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്? നന്മയുള്ള കുടുംബത്തിന്റെ അടയാളം ഏതാണ്? ദാറുൽ ബിർ എന്നാണ് അതിന്റെ അടയാളം. കുറഞ്ഞ വാക്കുകളിൽ നമുക്ക് സംസാരിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തു പിരിയാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ അബൂദൽ ഗിഫാർ റളിയല്ലാഹു തആല അൻഹു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, സ്വർഗത്തിലോട്ടുള്ള കുറുക്ക് വഴി ഒന്ന് പറഞ്ഞു തരുമോ? നമ്മളൊക്കെ സ്വർഗത്തിലോട്ടുള്ള കുറുക്ക് വഴി അന്വേഷിച്ചടക്കുന്ന ആളുകളാണ്. സ്വർഗത്തിൽ പോകാൻ പറ്റണ ദിക്ർ സലാത്തുണ്ടെങ്കിൽ അത് അന്വേഷിച്ചിട്ട് അടക്കാണ് നമ്മൾ. നമുക്ക് നിക്കരിക്കാനും വയ്യ, നോമ്പ് പിടിക്കാനും വയ്യ, നമുക്കൊന്നിനും വയ്യ. ഏതായാലും ഞാൻ ഒരു കാര്യം പറയുന്നു, ഇന്നാരും ദുആ ചെയ്യാതെ പോവരുത്. കാരണം റജബ് 27 സുന്നത്ത് നോമ്പാണ്, നാളെ മിഅ്റാജ് ദിനമാണ്. ഏതായാലും ഇതേപോലെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ജീവിതത്തിൽ ചില ആകസ്മികതകൾ ഉണ്ടാവും. ഇനി റമദാന് മുമ്പ് അടുത്ത സമയത്ത് പ്രസംഗമൊന്നുമില്ല. ഈ പരിപാടി ഞാൻ ആദ്യം ഡേറ്റ് കൊടുത്തത് മെയ് 10 ഞാൻ ഡേറ്റ് കൊടുത്തത്. അപ്പോൾ എനിക്ക് മെയ് 8 ദുബൈയിൽ പോകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ഫൈസലിനെ വിളിച്ചിട്ട് പറഞ്ഞു, മാറ്റണം, 4 ആക്കണം. ആ 4 ഏറ്റവും സുന്ദരമായ ദുആ സ്വീകരിക്കപ്പെടുന്നൊരു രാവായി മാറി എന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നന്മകൾ അങ്ങ് അകലെ നിന്ന് തങ്ങളിലേക്ക് വിളിച്ചു വരുത്തുന്ന ഈ മണ്ണിൻ്റെ ഒരു സുഹൃതത്തിന് മറ്റൊരു പര്യായമാണ്. ഇനി റമദാന് മുമ്പ് വാളുകളൊന്നും ഇല്ല ഈ പരിസര പ്രദേശത്ത്. അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ ഒരു നല്ല രാത്രിയിൽ, നല്ല രാവിൽ നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ദുആയുടെ സദസ്സാണ് ഇത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇപ്പോൾ വാള് പറയാൻ പറ്റണ അന്തരീക്ഷമല്ല, അത്രയ്ക്ക് ചൂടാണ്. ഇപ്പോൾ മിനിങ്ങാന്ന് ജയ്സാൽമറിൽ, രാജസ്ഥാനിലെ ജയ്സാൽമറിൽ 52.4 ചൂട്. 52.4 രാജസ്ഥാനിലെ ജയ്സാൽമറിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ലാത്തൂരിലെ വറ്റിപ്പോയ പുഴയുടെ അടയാളങ്ങളിൽ വെള്ളമുണ്ടോ എന്ന് കുറിച്ചു നോക്കുന്ന ഒരു ഗ്രാമീണന്റെ ചിത്രം ഇനി ലോകം അനുഭവിക്കാൻ പോകുന്ന ദുരന്തത്തിന്റെ ചിത്രമായി നമ്മുടെ മുമ്പിലുണ്ട്. നേരത്തെ വറ്റിപ്പോയ പുഴയുടെ അടുക്കൽ പോയി വെള്ളമുണ്ടോ എന്ന് കുഴിച്ചു നോക്കുകയാണ് ഒരു ഗ്രാമീണൻ. നേരത്തെ അവിടെ പുഴയുണ്ടായിരുന്നത് കൊണ്ട് ജലമുണ്ടാകുമെന്ന പ്രതീക്ഷയും. അള്ളാഹു നമുക്ക് പ്രയോജനകരമായ മഴ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പ്രയോജനകരമായ മഴ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നല്ല ഒരു തീരുമാനത്തോടെ നമുക്കിവിടെ നിന്ന് പിരിയാൻ കഴിയണം. എന്താണ് സ്വർഗത്തിലേക്കുള്ള കുറുക്ക് വഴി? നമ്മൾ അതിനുള്ള സലാത്ത് അന്വേഷിച്ചിട്ട് നടക്കാൻ, നമ്മൾ അതിനുള്ള ടിക്കറ്റ് എവിടെയുണ്ടോ അത് മുറിച്ചു കൊടുക്കുന്നിടത്ത് കൂടാൻ നടക്കുകയാണ് നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ. കാരണം അങ്ങനെയെങ്കിലും നമുക്ക് പോകാമല്ലോ. അവനാൻ്റെ ചെയ്തി കൊണ്ട് ഏതായാലും പോകില്ല എന്ന് ഉറപ്പാണ്. അവനാൻ്റെ ചെയ്തിയും പ്രവർത്തനവും കൊണ്ട് ഏതായാലും സ്വർഗത്തിലോട്ട് പോകില്ല എന്ന് അവനാന് തന്നെ തോന്നുമ്പോൾ, എന്നാൽ പിന്നെ മുറിച്ചു കൊടുക്കുന്ന ടിക്കറ്റും കൊണ്ട് പോണ വഴി നോക്കി കിടക്കാണ് നമ്മൾ. അങ്ങനെയൊന്നും സ്വർഗത്തിൽ പോവില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂദർ റളിയല്ലാഹു തആല ഒരു ദിവസം ചോദിച്ചു, നബിയെ, സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു കുറുക്ക് വഴി പറഞ്ഞു തരൂ. അതിന് കാരണമുണ്ട്. അബൂദർ ഗിഫാർ റളിയല്ലാഹു തആല എപ്പോഴും സ്വർഗത്തിൻ്റെ വഴി അന്വേഷിക്കുന്ന ഒരാൾ കൂടിയാണ്. അത് അബൂദറിനെ അറിയണം. ഏത് സമയത്തും സ്വർഗത്തിലേക്ക് പോകാൻ ഒരു വഴിയുണ്ട് എങ്കിൽ അതെവിടെയെന്ന് പരതി നടക്കുന്ന ആളാണ് മഹാനായ സയ്യിദുന അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല. കാരണം മക്കയിൽ നിന്ന് ഷാമിലേക്ക് പോകുന്ന കച്ചവട സംഘത്തെ പാറക്കെട്ടിന്റെ പുറകിൽ ഒളിച്ചിരുന്നിട്ട് അവരെ പിടിച്ചു നിർത്തി തല കൊട്ടിമാറ്റിയിട്ട് മടിശയിൽ നിന്ന് പണം മോട്ടിക്കുന്ന കൊള്ളസംഘമായ ഗിഫാർ ഗോത്രത്തിന്റെ തലവനായിരുന്നു അബൂദർ. ചമ്പൽ കാടിലെ കൊള്ളക്കാരി ഫുലാൻ ദേവി എന്ന് പറഞ്ഞതുപോലെ അന്നത്തെ ഏറ്റവും വലിയ പേടിപ്പെടുത്തുന്ന കൊള്ളക്കാരനാണ് അബൂദർ, ആ സംഘത്തിന്റെ നേതാവ്. അതായിരുന്നു ജോലി. അങ്ങനെ ആരെയോ കൊല്ലാൻ പിടിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, മക്കയിൽ വന്ന് മുഹമ്മദിനെ നീ അറിയില്ലേ അബൂദർ എന്ന്. അബൂദർ റളിയല്ലാഹു തആല ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചറിഞ്ഞ അബൂദർ റളിയല്ലാഹു തആല മക്കയിൽ വന്ന് ലോകത്തിലെ ആകർഷണീയമായ വ്യക്തിത്വത്തിന്റെ ഉടമയായ ഹബീബായ നബിയുടെ ചാരത്ത് തസ്കിയത്തിന്റെ വാതിലൂടെ കടന്നു വന്ന് അവസാനം ഇസ്ലാമിലേക്ക് വന്ന ഒരു കാലഘട്ടത്തിനെ, ആ ഒരു കാലഘട്ടത്തിൽ ഷാമിലെ താഴ്വരകളെ കിടുകിടാവുറപ്പിച്ച കൊള്ള സംഘത്തിന്റെ തലവനാ മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. ആ മനുഷ്യന് തന്റെ ഗതകാല ജീവിതത്തിന്റെ പാപങ്ങളുടെ പരിഹാരമായി അല്ലാഹുവിന്റെ മുമ്പിൽ തന്റെ പാപങ്ങൾ പരിഹരിക്കപ്പെടാൻ ഏത് സമയത്തും പോംവഴികൾ അന്വേഷിച്ചുകൊണ്ട് പ്രവാചകന്റെ ചാരത്തുകൂടി ഉത്സാഹത്തോടെ നടന്ന മഹാനായ അബൂദർ റളിയല്ലാഹു തആല ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ജീവിതം മുഴുവനും തന്റെ മുൻകാലത്ത് ചെയ്തുപോയ കൊള്ള സംഘത്തിന്റെ തലവനായിരുന്നപ്പോൾ ചെയ്തുപോയ തെമ്മാടിത്തരത്തിന്റെ പരിഹാരമായി പിൽക്കാലത്തെല്ലാം നന്മ
മാറ്റം ചെയ്യാൻ തീരുമാനിച്ച മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ എപ്പോഴും എങ്ങനെയെന്നറിയോ? ഒരു ദിവസം അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കൂട്ടുകാർ വന്നു. അവിടെ കിരിക്കാനുള്ള ഒരു ചെയർ പോലുമില്ല. മഹാനായ അബൂദറിനോട് ചോദിച്ചു, അബൂദർ, ആളുകൾ വന്നാൽ ഇരിക്കാനുള്ള സൗകര്യം ചെയ്തുകൂടെ അബൂദർ? ഈ വീട്ടിൽ യാതൊരുവിധ സൗകര്യങ്ങളില്ലല്ലോ. അബൂദർ റളിയല്ലാഹു തആല മറുപടി പറയാ, എല്ലാ സൗകര്യങ്ങളും ഞാൻ ഒരിക്കലും നശിക്കാത്തൊരു വീട്ടിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാ. അതേത് വീടാണ് അബൂദർ? വഇന്നൽ ആഖിറത യദാറുൽ ഖറാർ, അത് അവസാനിക്കാത്ത അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ വീടിന് വേണ്ടിയാ. സഹാബത്ത് പറഞ്ഞ, അബൂദറെ, ഞങ്ങളും അങ്ങനെ തന്നെ, കിട്ടിയതെല്ലാം സ്വർഗത്തിന് വേണ്ടി സദഖ ചെയ്തവരാണ് ഞങ്ങൾ. എന്നാലും ആളുകൾ വന്നാൽ ഒരു കസേരയെങ്കിലും വാങ്ങിച്ചിട്ടുകൂടെ? മഹാനായ അബൂദർ റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി ആധുനിക ലോകത്തിന് മനസ്സിലാകുമോ എന്നറിയില്ല. ഇവരെയാണ് വീണ്ടും മാനക്കര കോയക്കുട്ടി ഞാൻ തിരിച്ചറിയുന്നത്. അബൂദർ റളിയല്ലാഹു തആല പറഞ്ഞതത്രേ, അബൂദർ റളിയല്ലാഹു തആല പറഞ്ഞതത്രേ, എന്റെ വീട്ടിലേക്ക് ആളുകൾ വന്നിരിക്കാനുള്ള ഉപകരണം വാങ്ങിക്കോ. ഞാൻ ചന്തയിലേക്ക് പോയപ്പോ ആ സമയത്താണ് വീടിന്റെ ഉടമസ്ഥൻ എന്നോട് പറഞ്ഞത്, ഉടനെ തന്നെ വീട്ടിൽ നിന്ന് നിന്നെ ഇറക്കി വിടാൻ പോവുകയോ, ഉടനെ തന്നെ വീടൊഴിഞ്ഞ് തരണമെന്ന് ഈ വീടിന്റെ ഉടമസ്ഥൻ എന്നോട് പറഞ്ഞു. ഒഴിഞ്ഞു കൊടുക്കാൻ പോകുന്ന വീട്ടിൽ എന്തിനാ ഫർണിച്ചർ വാങ്ങിച്ചിടുക? അവൻ ഏറ്റവും വലിയ ബുദ്ധിമോശം ചെയ്തവനല്ലോ. അതുകൊണ്ട് ഞാനത് വാങ്ങിക്കാതെ തിരിച്ചു വന്നെന്ന് അബൂദർ റളിയല്ലാഹു തആല പറയുമ്പോ സഹാബത്ത് ചോദിച്ചു, ആരാ വീട്ടുടമസ്ഥനെ കണ്ടത്? അബൂദർ റളിയല്ലാഹു തആല പറഞ്ഞുവത്രേ, ചന്തയിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയപ്പോ എന്റെ എതിരെ ഒരു ജനാസയുമായിട്ട് വരുന്നത് കണ്ടു. എനിക്ക് മനസ്സിലായി, ആ ജനാസ എന്നോട് പറയുന്നത്, അടുത്തത് നീയാണ് അബൂദർ, ഇവിടെ നിന്ന് നീ ഇറങ്ങിപ്പോകാനുള്ളവനാ. ഇദാഹമൽ തൈലൽ ഖുബൂരി ജനാസതൻ ഫൈഖന ബിഅന്നക ബഅദഹാ മഹ്മൂലു. പള്ളിയിലേക്ക് ഓരോ ജനാസ കൊണ്ടുപോകുമ്പോഴും അതൊരു പ്രതീകമാ. അടുത്തത് നീയാണെന്ന് എന്നോട് വിളിച്ചു പറയാ. അത് കണ്ടപ്പോ ഞാൻ തിരിച്ചു വന്നു സഹാബാ എന്ന് പറഞ്ഞ സഹാബിയാണ് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു. ഏതാണ്ട് കോയക്കുട്ടി ഉസ്താദിന്റെ സമീപനം ഇങ്ങനെ തന്നെയാ. ഓരോ സമയത്തും ആളുകൾ പരാതിയും പരിഭവം പറയുമ്പോ കുട്ടികളെ മരിച്ചു പോകാനുള്ളതല്ലോ. എനിക്ക് ഓർമ്മയുണ്ട്, തൃശ്ശൂരിൽ ഒരു പരിപാടിക്ക് ഉസ്താദ് ആദ്യമായി ഉദ്ഘാടകനായി വന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉസ്താദ് അവരുടെ നേരിൽ കാണുന്നത്. സമസ്തയുടെ പ്രസിഡന്റ് എന്ന പർവ്വതീകരിച്ച രൂപവും പ്രതീക്ഷിച്ചിരിക്കുന്ന വിനീതന്റെ മുമ്പിലേക്ക് ഒരു തേക്കാത്ത ചുബയും സൂപ്പർ വൈറ്റ് മുക്കിയ വെള്ളമുണ്ടുമെടുത്ത് കച്ചത്തിലൊരു കറുത്ത ഭാഗം പിടിച്ചിട്ടൊരു കൃഷകാത്ത രൂപം കടന്നു വന്നു. അത്ഭുതത്തോടെ ഞാനോ, ഇതാണോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ്? കസേരയിൽ ഇരുന്നിട്ട് 15 മിനിറ്റ് ഒരു നസീഹത്ത്, അറിയാതെ കൽബിനെ കരയിപ്പിച്ച നസീഹത്ത്. കുട്ടികളെ, ദുനിയാവ് ശാശ്വതമല്ല, നാളെ ഇവിടെ നിന്ന് വിട പറയാനുള്ളടാ. തുടങ്ങിയത് ഹംദ് കഴിഞ്ഞിട്ട് അതോടുകൂടിയാണ് തുടങ്ങുന്നത്. അതെ അതെ, ഈ ദുനിയാ അകല്ലു മിനൽ കലീലി വാശിഖുഹാ അദല്ലു മിനൽ ദലീലി. ഈ നശിച്ചു പോകുന്ന ദുനിയാവിന് വേണ്ടി സമ്പാദിക്കണ്ട. അതുകൊണ്ട് അബൂദർ റളിയല്ലാഹു തആല ഏത് സമയത്ത് സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി അന്വേഷിക്കുന്ന ആളോ. നിങ്ങൾക്ക് സ്വർഗം വേണോ സഹോദരങ്ങള്? അത് നിസ്കാരത്തടമ്പില് മാത്രമല്ല, അത് തസ്ബീഹ് മാലയില് മാത്രമല്ല. യാ റസൂലല്ലാഹ്, സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി എന്ന് പറഞ്ഞതാ നബിയേ. ആ സമയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അബൂദർ, സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി മറ്റൊന്നുമല്ല. ഇദാ തബഖതും മുറക്കതൻ ഫാകസറ മാഅഹാ. നിന്റെ വീട്ടിലൊരു കറി ഉണ്ടാക്കിയാൽ ആ കറിയിൽ നീ അധികമായി വെള്ളം ചേർക്കണ്, എന്നിട്ട് അയൽവക്കക്കാരന് ഭക്ഷണം കഴിക്കാൻ കൊടുക്കണ്. ഇതാണ് സ്വർഗത്തിലേക്കുള്ള വഴിയെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹ്
ആരാധനാലയത്തിന്റെ ഉള്ളിൽ മാത്രമല്ല, നീ ഒരു കറി വെക്കുമ്പോ അതിലൊരൽപ്പം വെള്ളം ചേർത്തിട്ട് നിന്നെ അയൽവക്കക്കാരന് കൊടുത്താൽ അത് സ്വർഗത്തിലേക്കുള്ള വാതിൽ നിന്നെ മുമ്പിൽ തുറന്നു കൊടുക്കുമെന്ന് പഠിപ്പിച്ചു കൊടുത്തെന്ന് മാത്രമല്ല, ജീവിതത്തിൽ കാണിച്ചു തന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അതുകൊണ്ട് നന്മയുടെ വക്താക്കളാവണ്. ചെയ്യാൻ കഴിയുന്ന നന്മകൾക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കണേ. അള്ളാഹു നമ്മളെ നന്മ ചെയ്യുന്നവര് അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭവനത്തെ അള്ളാഹു നന്മയുടെ ഭവനമാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് നിങ്ങളോട് ഓർമ്മിപ്പിച്ചു കൊടുത്തു. ഈ ശഅബാനിന്റെ ഈ റജബിന്റെ 27-ാം രാവ് മേറാജുൻ നബിയേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ മുഴുവനും സ്ത്രീധനമെന്ന് പറയുന്ന ദുരാചാരത്തിന്റെ പേരില് 30 വയസ്സ് കഴിഞ്ഞിട്ട് മംഗല്യ സൗഭാഗ്യം നിഷേധിക്കപ്പെട്ട് തൊട്ടടുത്തുള്ള പെട്ടിഭൂഷാത്തമ്പുരാക്കന്മാരുടെ മക്കളെ കൈകാല് നിറച്ച് സ്വർണ്ണാഭരണമിട്ടിട്ട് വിദേശ നിർമ്മിത കാറിൽ വരന്റെ കയ്യിൽ പിടിച്ചു പോകുമ്പോ ആ സമയത്ത് 30 വയസ്സ് കഴിഞ്ഞിട്ട് നിന്റെ പിതാവ് കൂലിപ്പണിക്കാരനായതുകൊണ്ട് വിവാഹ സൗഭാഗ്യം നഷ്ടപ്പെട്ട് ആ പോകുന്ന കാഴ്ച ചോർന്നൊലിക്കുന്ന ചെറ്റപ്പുരയുടെ ഓരക്കാതിലുകളുടെ ഇടയിലൂടെ നോക്കി നെടുവേർപ്പെടുന്ന ആയിരക്കണക്കിന് പെൺകുട്ടികളുടെ നമ്മുടെ ചുറ്റുപറ്റത്ത് നിൽക്കുമ്പോ നമ്മളൊക്കെ 9 കൂട്ടം കറിയും കൂട്ടി മൃട്ടാന്ന ബോധനം നടത്തി പല്ലിന്റെ ഇടയിൽ അവസിട്ടവും കുത്തിക്കളഞ്ഞ് അവസിട്ടങ്ങൾ വലിച്ചെറിഞ്ഞ് ഒരു കൊതുകിന് പോലും കടന്നു വരാത്ത ശീതീകരിച്ച റൂമിൽ കിടന്നുറങ്ങുമ്പോ പേമാരി തിമിർത്തു പെയ്യുമ്പോ ചോർന്നൊലിക്കുന്ന ചെറ്റപ്പുരയിൽ കിടന്നുറങ്ങാൻ കഴിയാറ് തണുത്തുറയുന്ന നേരത്ത് കടത്തെണ്ണയിൽ വിറകുകൊള്ളികളെ പോലെ വിറങ്ങലിച്ച് കിടക്കുന്ന 10,000 നമ്മുടെ ചുറ്റുപാടുണ്ടെന്ന് തിരിച്ചറിയാൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റലില് 5 മാസം പ്രായമായ കുഞ്ഞിനെ ഒരമ്മ വിട്ടുവത്രേ. ആളുകൾ വലിയ പ്രശ്നമാക്കി. അമ്മയെ കുറിച്ച് ലേബൽ വന്നു കൊഞ്ചിഞ്ചു പൈതലിനെ വിറ്റുകളഞ്ഞ അമ്മ. ചത്രലേഖയുടെ ചോദ്യത്തിന് മുമ്പിൽ പൊട്ടിക്കരഞ്ഞ അമ്മ പറഞ്ഞത്, എന്റെ പൊന്നുമോനെ ഞാൻ വിറ്റതെന്തിനെന്നറിയോ? ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് കൊടുക്കാൻ കഴിവില്ല എന്റെ പൊന്നുമോന്. 500 രൂപയ്ക്ക് എന്റെ മകനെ വിറ്റുമ്പോ ആ കുഞ്ഞ് പോയ വീട്ടിൽ 3 നേരം എന്റെ കുഞ്ഞിന് ഭക്ഷണം കിട്ടുമല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ എന്റെ മകനെ വിറ്റതെന്ന് പറഞ്ഞ അമ്മ ജീവിച്ചിരിക്കുന്ന രാജ്യത്ത് CH സെന്റർ വേണ്ടേ സഹോദരങ്ങള്, ശിഹാബ് ഞങ്ങളുടെ റിലീഫ് സെല്ല് വേണ്ടേ സഹോദരങ്ങള്, ബൈത്തുർ റഹ്മ വേണ്ടേ സഹോദരങ്ങള്, ശിഹാബ് തങ്ങളുടെ റിസർച്ച് സെന്ററുകൾ വേണ്ടേ ചെറുപ്പക്കാര്. ഉത്തരം പറയുക നിങ്ങൾ അധികാരികളുടെ മുമ്പിൽ 1000 വട്ടം ആവർത്തിച്ചു പറഞ്ഞുണ്ട്, എന്റെ പൊന്നുമോൾക്ക് കിടന്നുറങ്ങാ. പൂട്ടുള്ള ഒരു വാതിലുണ്ടായിരുന്നെങ്കിൽ എന്റെ പൊന്നുമോളുടെ ജീവിതം തകർക്കപ്പെടുമായിരുന്നില്ലെന്ന് പെരുമ്പാവൂരിലെ ജിഷയുടെ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോയൊരു ദിവസത്തിലാണ് നാം നിൽക്കുന്നത്. ചോര ഒലിക്കാത്ത നനഞ്ഞൊലിക്കാത്തൊരു വീടല്ല, കുത്തിയിടാൻ പറ്റുന്നൊരു വാതിലെന്റെ പൊന്നുമോൾക്കുണ്ടായിരുന്നെങ്കിൽ 5 വർഷമായിട്ടൊരു വീടിന് വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അധികാരികൾ പുറംതിരിഞ്ഞു നിന്നപ്പോ ഒരു പുറംപോക്കിന്റെ സാരി കൊണ്ട് മറച്ചുണ്ടാക്കൊരു ബാത്റൂമിന്റെ ഷോപ്പിംഗ് മാളുകളിൽ പോലും ക്യാമറ ഒപ്പിക്കൊടുക്കുമ്പോ ഒരു പ്രായപൂർത്തിയായ പെണ്ണ് നേരത്തെ സാരി കൊണ്ട് മറച്ച വാതിലുള്ള ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരുന്നൊരു നാട് കേരളത്തിലുണ്ടായിരുന്നുവത്രേ. ഇവിടെയാണ് ശിഹാബ് തങ്ങളെ നാം ഓർക്കുന്നത്. ചോർന്നൊലിക്കാത്ത ഭവനത്തിൽ ബൈത്തുർ റഹ്മ ഒരുക്കി കൊടുത്ത വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. അഹമ്മദ് കബീർ പറയുന്നത് ഇതേതെങ്കിലും തെരഞ്ഞെടുപ്പിൽ സീറ്റ് മോദിച്ചിട്ടല്ല. അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയാകുമായിരുന്നു. വല്ലാഹി എനിക്കത് ആഗ്രഹമില്ല. അഹമ്മദ് കബീറിന്റെ ആഗ്രഹം ഹാഫിളീങ്ങൾ ദുആ ചെയ്യുന്ന ഒരു മനുഷ്യനായി മാറണം. പക്ഷേ 18 വർഷക്കാലമായി ഞാൻ പറയുന്ന നന്മകളൊക്കെ തടസ്സപ്പെടാൻ ഒരു വായോരത്തലുകൾക്ക് കടയില്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സഹോദരങ്ങളെ, ആ അമ്മയാണെന്ന് കേരളത്തോട് പറഞ്ഞത്. കുത്തിയിടാൻ പറ്റുന്നൊരു വാതിലുണ്ടായിരുന്നെങ്കിൽ എന്റെ പൊന്നുമോളുടെ മാറിടം മുറിക്കപ്പെടുമായിരുന്നില്ല. സ്ഥാനത്ത് കമ്പിപ്പാറ കുത്തി കയറ്റുമായിരുന്നില്ല. അവളുടെ ശരീരത്തെ വെട്ടിമുറുക്കുമായിരുന്നില്ല. നിലവിളിച്ചപ്പോൾ അവൾ കേൾക്കാൻ ഒരാളുണ്ടാകുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്മകളുടെ വക്താക്കളാകണ്. നാം ഇവിടെ കോൺക്രീറ്റ് സൗധത്തിൽ കിടക്കുമ്പോഴും നാം അറിഞ്ഞില്ലല്ലോ ഒറ്റമുറി വീടിന്റെ ഉള്ളിൽ പാതിരാ സമയത്ത്
അനക്കം കേൾക്കുമ്പോ കമ്പിപ്പാറയുമായി വെളിയിലോട്ട് വരുന്നൊരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മയെ നാട്ടുകാര് മനോരോഗിയാക്കി. ഒരു അടച്ചുപൂട്ടില്ലാത്ത വാതിലിന്റെ ഉള്ളിൽ കിടക്കുന്നതെന്ന മകളെ നോക്കിയിട്ട് ആളനക്കം കേൾക്കുമ്പോ കമ്പിപ്പാറ കൊണ്ട് ജിഷയുടെ അമ്മ എല്ലാ ദിവസവും രാത്രിയിൽ നിലവിളിച്ചുവത്രേ. ഈ കാഴ്ച കണ്ടപ്പോഴാണ് ശിഹാബ് തങ്ങളുടെ മനസ്സുനൊന്തര് നമ്മുടെ ജീവിതത്തിന്റെ നന്മകളുടെ പങ്കാളികളാവാൻ. ഓരോ നന്മകൾക്ക് രാത്രി എന്നിവിടെ പ്രശ്നമല്ല. അൽ ജസാഉ ഇഹ്സാന് നന്മകൾക്ക് വേണ്ടി എത്തണേ മനുഷ്യ. ഗൾഫിൽ കട്ടപ്പെട്ടിട്ട് ഞാനെന്ന് ചോദിക്കട്ടടി പെണ്ണ്. ഗൾഫുകാരന്റെ ഭാര്യമാരുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിൽ മലയാളികൾ കണ്ടാൽ ആദ്യം ചോദിക്കുന്നത് എന്താണ് വിശേഷമെന്നല്ല. എല്ലാരും പറയുന്നത് വല്ലാത്ത ചൂട്. എത്രയാ ചൂട്? 40 ഡിഗ്രിയാണ് ഏറ്റവും കൂടിയ ചൂട്. പാലക്കാട് നഗരത്തിൽ 42 ഡിഗ്രിയാ. വെറും മെയ് മാസത്തെ ഏപ്രിൽ 15 മുതൽ മെയ് 4 വരെയുള്ള 20 ദിവസം ചൂടനുഭവിച്ചപ്പോ കടകളിൽ AC കിട്ടാനില്ലത്രേ. ആളുകൾ AC മേടിക്കാനുള്ള നെട്ടോട്ടമാണത്രേ. 41 ഡിഗ്രി വന്നപ്പോ കിടന്നുറങ്ങാറെ ചൂടെന്ന് പറഞ്ഞ് നെഞ്ചത്ത് വെക്കുന്നവള് 9 മാസക്കാലം 46 ഡിഗ്രി ചൂടിലാണ് നിന്റെ ഭർത്താവ് ഗൾഫിൽ ജോലിയെടുക്കുന്നത്. നിന്റെ ഭർത്താവ് റമളാനിൽ നോമ്പ് പിടിക്കുന്നത് 46 ഡിഗ്രി ചൂടിലാ. 42 ഡിഗ്രി അവന്റെ സ്ഥിരം നോർമൽ ടെമ്പറേച്ചറാണ് ഗൾഫിൽ. അവനെ നോക്കേണ്ട മാസമാണ് ഈ ചൂടിന്റെ മാസം. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. 42 ഡിഗ്രി ചൂടിലുണ്ടാക്കുന്ന റിയാലുകൾ അതിനേക്കാൾ വിളമ്പിക്കൊടുക്കുന്ന KMCCയുടെ പ്രവർത്തനം കണ്ടപ്പോ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഉറപ്പാണ്. അല്ലാഹുവേ, നന്മയുടെ പക്ഷത്ത് നിലനിൽക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തൊക്കെയാണ് നന്മ എന്നുകൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് പരിശോധിക്കാം. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അല്ലാഹു നമ്മളെ നന്മ ചെയ്യുന്നവരാക്കട്ടെ. ആമീൻ പറ സഹോദരങ്ങളെ. എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം തോന്നണം എൻ്റെ പ്രസംഗം കേട്ടിട്ട്? ഞാൻ ഇങ്ങനെ തന്നെ ഒരു മാറ്റവും ഇല്ല. അല്ലാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ തോന്നുമ്പോൾ മാറ്റി പറയാനാണെങ്കിൽ പിന്നെ നട്ടല്ലെന്തിനാ? അങ്ങനെ വാഴപ്പെടില്ലേ? ഞാൻ പറയണതിന് ഒരു മാറ്റവും ഇല്ല. ഒന്ന്, ഞാൻ ബോധമില്ലാതെ അന്തക്കേട് പറയാറില്ല, ഉള്ളത് ബോധത്തോടെ പറയും. അതുകൊണ്ട് ഇന്നേ വരെ ഞാനത് പറഞ്ഞിട്ടില്ല എന്നൊരു വാട്സപ്പിൽ എൻ്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരിടത്തുമില്ല. അതിന് ഞാനും പൈസയൊക്കെ ഒരുപോലെ വെട്ടു എന്ന് പറഞ്ഞാൽ വെട്ടിന്ന് തന്നെ പറയും. പറയുന്ന കാര്യം ഉള്ളതേ പറയാറുള്ളൂ. അതുകൊണ്ട് ഇന്നേ വരെ ഞാൻ പറഞ്ഞൊരു വാക്ക് എനിക്ക് തിരുത്തേണ്ടി വന്നിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞതാണ്. അത് ബോധത്തോടെയാണ് പറയുക. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. ഇവിടെ രാഷ്ട്രീയമോ കക്ഷി വ്യത്യാസം ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല. നാളെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്ന നന്മകൾ ചെയ്യാൻ കഴിയുക എന്നതാണ് ഏറ്റവും വലിയ മാർഗം. അള്ളാഹു നമുക്ക് നന്മ ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ. അതാണ് ബിർറ് എന്ന് പറഞ്ഞാൽ നന്മ. എന്താണ് ഏറ്റവും വലിയ നന്മ? നന്മ ചെയ്താലുള്ള പ്രതിഫലം എന്താണ്? എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു സ്വീകരിക്കട്ടെ. വളരെ അത്ഭുതകരമായ, യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസവുമായി ഏറ്റവും യോജിക്കുന്നൊരു വിഷയം കൂടിയാണ്. ഇവിടെ വന്നപ്പോഴാണ് ഫൈസൽ എന്നോട് പറഞ്ഞാൽ ബിർറ് പറഞ്ഞാൽ മതി. അവനായിക്കോട്ടെ, ബിർറെങ്കിൽ ബിർറ്. എന്നാൽ ഇന്നത്തെ ദിവസവുമായി ഏറ്റവും ബന്ധമുണ്ട് ഈ പ്രഭാഷണത്തിനും. നന്മ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം ഏതാണ്? ഇൻഷാ അല്ലാഹ് നമുക്കൊരു നന്മ ചെയ്യാം. ഇന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൽ പോയ രാത്രിയാണ് വരുന്നത്. ഒരു 3 സ്വലാത്തിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് ഇൻഷാ അല്ലാഹ് ഈ ദാറുൽ ബിർറിന്റെ ജാമിയ നൂരിയയുടെ ജൂനിയർ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനമാണ് നാളെ ഇൻഷാ അല്ലാഹ് ബഹുമാനനായ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നത്. നാളെ ആ കർമ്മത്തിനെല്ലാവരും എത്തുക. പാണക്കാട് കുടുംബത്തിൽ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിൽ അഗ്രഗണ്യനാണ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ. കണ്ടാൽ വളരെ സാധുവാണെങ്കിലും മഹാനവറുകളുടെ വാക്കുകൾ വളരെ മൂർച്ചയേറിയ വാക്കുകളാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ദുആയ്ക്ക് ഇജാബത്തുള്ള തങ്ങളെ വല്ലാതെ പേടിക്കണം അബ്ബാസ് തങ്ങൾ. അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ ഓരോ വാക്കും വല്ലാതെ പേടിക്കണം. കാരണം ഒരു പ്രത്യേക ജീവിതവും ഒരു പ്രത്യേക മൂശയുമാണ്. ഞാൻ അടുത്തറിഞ്ഞ ഞാനും തങ്ങളും മസ്കറ്റിൽ ഒരു 6-7 ദിവസം ഉണ്ടായിരുന്നു.
ഞാൻ ആ 6-7 ദിവസം ഞാനും ഞങ്ങൾ ഒറ്റ റൂമിലാണ്. ആ 7 ദിവസം കൊണ്ട് ഞാൻ അടുത്തറിഞ്ഞ ഒരു മനുഷ്യനെ ഞാൻ പറയാണ്, തങ്ങളെ അബ്ബാസ് അലി ശിഹാബങ്ങളെ വല്ലാതെ പേടിക്കണം. കാരണം ആ മനുഷ്യനും അള്ളാഹും തമ്മിലുള്ള ബന്ധം അത്രത്തോളം വലിയ ബന്ധമാണ്. ആ മനുഷ്യൻ്റെ ജീവിതം അങ്ങനത്തെ ഒരു ജീവിതമാണ്, കണ്ടാൽ ഏറ്റവും കുറിഞ്ഞ ഒരു ജീവിതം. പക്ഷേ അബ്ബാസ് തങ്ങളുടെ ഓരോ വാക്കുകളും ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ആദരവായി അതുകൊണ്ട് തങ്ങൾ നാളെ തറക്കല്ലിടുകയാണ്. ആ നാവ് കൊണ്ട് അള്ളാഹുവെ ഇതിനെ സഹായിച്ചവരെ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ മതി. അതിന് പ്രതിഫലം ഉണ്ടാകുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവും. ഞാനൊന്നും ചോദിക്കുന്നില്ല. ആ ബിൽഡിങ് പണിയാൻ ഒരു 10 ലക്ഷം രൂപ ജോലിക്കൂലി, ലേബർ കൂലി ആവശ്യമുണ്ട്. അത് നമുക്ക് ഈ സദസ്സിൽ നിന്ന് കിട്ടണം. അതുമായി നമ്മുടെ സംഘാടക ഒരു ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിൽ വരും. എല്ലാവരും ഒരു നല്ല സദക്ക, ഒരു ലേബറിൻ്റെ കൂലി. ഇന്നിപ്പോൾ ബംഗാളിക്ക് പോലും 700 റുപ്യയാണ്, മുക്രിക്ക് മാത്രം 300 റുപ്യ ഉള്ളൂ. ബംഗാളിക്ക് പോലും 700 റുപ്യാണിപ്പോൾ. എല്ലാവരും ഒരു ലേബറിൻ്റെ കൂലി ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരും ആ ബക്കറ്റിലേക്ക് നൽകി ഇൻഷാ അല്ലാ നിങ്ങൾ അനുഗ്രഹിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹുവെ സ്വീകരിക്കണേ തമ്പുരാനെ. ഏതാഗ്രഹത്തോടെ ഈ സദക്ക ചെയ്യുന്നുവോ അള്ളാഹുവെ നീ കബൂലാക്കണേ, അള്ളാഹുവെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇത് റസാഖ് മാഷ് സ്ഥാനാർത്ഥിയായിട്ട് വന്നല്ല, എന്നെ കാണാൻ വന്നാണ്, സുഹൃത്തായിട്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഏതാഗ്രഹത്തോടെ ഈ സദക്ക ചെയ്യുന്നുവോ ആ സദക്കയെ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാ. പടച്ചവനെ കടബാധ്യതകളുള്ളവരാണെങ്കിൽ അവരുടെ കടബാധ്യത നീ മാറ്റി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്കൊരു കാമുകി ഉണ്ടായിരുന്നു, ഞാൻ ആ പെണ്ണിനെ അറിയാതെ ചുംബിച്ചുപോയി നബിയെ. എല്ലാ ചെറുപ്പക്കാർക്കും പറയാനുള്ള, എല്ലാ പെണ്ണുങ്ങൾക്കും സ്വകാര്യമായി പറയാനുള്ള ഒരു പരിഭവമാണത്. സംഭവിച്ചു പോയി. പ്രണയം ശാരീരിക സ്പർശനത്തിലേക്ക് കൈമാറുമ്പോൾ ഇന്ന് എല്ലായിടത്തും അത് ചെയ്യാത്ത ഒരാളുണ്ട് എന്ന് ചോദിക്കുന്നില്ല. കാരണം ഒരു മിക്സഡ് കമ്മ്യൂണിറ്റി വേണമെന്ന അവകാശവാദമുള്ള ആളുകളാണ് നമ്മൾ. എല്ലാം ഒരു ലിംഗസമത്വത്തിൻ്റെ പേരിൽ എന്തും ആവാമെന്ന് ധരിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് നമ്മൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാനൊരു പെണ്ണിനെ അറിയാതെ ചുംബിച്ചു പോയി, എന്നെ എറിഞ്ഞു കൊല്ലണേ നബിയെ. എന്തിനാണ് നന്മ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഖുർആൻ പറഞ്ഞ മറുപടിയാണിത്. അറിയാതെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ, ആ തെറ്റുകൾ പൊറുക്കപ്പെടണമല്ലോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സഹാബി വന്നു. റസാഖ് മാഷ് നമ്മുടെ സദസ്യത്തിന് ഇനി ഞാൻ ഒന്നും പറയില്ല, പറയേണ്ടതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് നിങ്ങൾ കേൾക്കണ്ട. നിങ്ങളെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞാൽ പിന്നെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വരെയുള്ള പറച്ചിലാവും. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയാനുള്ള നിലപാടുകൾ, പറയാനുള്ള സത്യങ്ങൾ അത് ലോകത്തോട് പറയണം എപ്പോഴും. അതിനാണ് അള്ളാഹു നമുക്ക് നാക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ പറയുന്നത് മിഥ്യയല്ല എന്നുറപ്പുള്ളിടത്തോളം കാലം ഖുലിൽ ഹഖ വലൗ കാന മുർറ, എത്ര കൈപ്പേറിയതാണെങ്കിലും സത്യത്തെ വിളിച്ചു പറയണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു നന്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എളേച്ചിൽ എന്നോട് പറഞ്ഞു, മഹാനായ ശിഹാബ് തങ്ങളുടെ പേരിൽ നമ്മുടെ ഇവിടെ മെഡിക്കൽ കോളേജ് സ്ഥാപിതമാവാൻ പോവുകയാണ്. 1 കോടി രൂപ അതിന് കൈമാറിക്കഴിഞ്ഞു. പാവങ്ങളായ ആളുകൾക്ക് സൗജന്യമായ ചികിത്സ നൽകാൻ, നമ്മുടെ അഗതികളും അശരണരും നിരാരംഭരും നിരാശ്രയരും നിദ്രാവിഹീനരുമായ ആ പാവപ്പെട്ടവങ്ങൾക്കൊരു അത്താണിയാവാൻ അള്ളാഹു അതിനെ പൂർത്തിയാക്കി കൊടുക്കട്ടെ. അള്ളാഹു അതിനു വേണ്ടി പരിശ്രമിക്കുന്നവർ, റസാഖ് മാഷും എളേച്ചിലുമൊക്കെ അതിൻ്റെ തീവ്ര പരിശ്രമത്തിലാണ്. അള്ളാഹു അതിന് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് കോയക്കുട്ടി ഉസ്താദിൻ്റെ മയ്യത്ത് നിസ്കാരത്തിന് ഞാൻ പോകുമ്പോൾ ഞാൻ അല്പം വൈകി, ഖബറടക്കുമ്പോഴാണ് എത്തുന്നത്. റസാഖ് മാഷ് എന്നെ വിളിച്ചു, അദ്ദേഹം ഇങ്ങോട്ട് തിരിച്ചിരുന്നു. ഞാൻ അവിടെ എത്തുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഹാസ്യ പ്രഭാഷകൻ, മൂർച്ചയേറിയ
നർമ്മത്തിലൂടെ മർമ്മവും മർമ്മത്തിലൂടെ കർമ്മവും പഠിപ്പിക്കുന്ന സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ അവിടെയുണ്ട്. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ ഓടി എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അന്ന് തിരുവനന്തപുരം CH സെൻറ്ററിൽ വെച്ച പ്രസംഗം ഓർത്തിട്ട് ഞാൻ ഇപ്പോഴും കരയാറുണ്ട്. എൻ്റെ മൊബൈൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അന്ന് അവിടെ ഉണ്ട്. ഞാൻ ആ പ്രസംഗിച്ച പ്രസംഗം അദ്ദേഹത്തിനോട് പറഞ്ഞു, എപ്പോഴും ഞാൻ ചിലപ്പോൾ അത് കേട്ടിട്ട് ഞാൻ അറിയാതെ കരഞ്ഞു പോവാറുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഈ 10 മിനിറ്റൊക്കെ പ്രസംഗിച്ചിട്ട് ആളുകളെ കരയിപ്പിക്കുന്നത്? എനിക്കാണെങ്കിൽ എനിക്ക് ചിരിപ്പിക്കാൻ അറിയാവൂ എന്ന് പറഞ്ഞു രാങ്ങാട്ടൂർ എന്നോട്. അള്ളാഹു നമ്മളെ മാരക രോഗത്തിൽ നിന്ന് കാക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്കെല്ലാവർക്കും മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് നന്മ എന്ന് ചോദിച്ചാൽ, ധാര എഴുതി തന്നെ സദസ്സിന്ന് വന്ന് ഇത് വല്ലാതെ കൂട്ടി കയറ്റിയിട്ടുള്ള വെടിവെപ്പായി പോയല്ലോ. ചാലക്കരയിൽ ഞാൻ സൂറത്ത് തക്കാസുർ പറഞ്ഞിരുന്നു. ആദ്യത്തെ 3 ആയത്തെ വന്നുള്ളൂ, ബാക്കി ഇവിടെ പറയാമെന്ന് പറഞ്ഞിരുന്നു എന്നാണ് ഇപ്പോൾ അവർ എഴുതി തന്നത്. ഇതിപ്പിനിപ്പോൾ എന്തായി, കല്യാണം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണുങ്ങളുടെ വീട്ടിൽ പോകണം പോണ സമയത്താണ് ചോറ് തകഞ്ഞില്ല എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വെക്കാൻ പറ്റും, അവർക്ക് വീട്ടിൽ പോയിരിക്കാൻ പറ്റും. നിങ്ങൾ ആദ്യമേ അത് ഓർമ്മിപ്പിച്ചിരുന്നെങ്കിൽ ഞാനത് മറന്നുപോയി. എൻ്റെ ഈ ഓട്ടമല്ലേ, കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് ആ വിഷയം അങ്ങനെ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ശരി, ആയിക്കോട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒക്കെ പറ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നാലും ശരി, ഞാൻ ആ ബാക്കി പറഞ്ഞേക്കാം പോരെ. ഞാൻ പറയാമെന്ന് വാഗ്ദാനം ചെയ്തൊരു കാര്യം ഏതായാലും ഞാൻ നിറവേറ്റാതിരിക്കുന്നില്ല. അതല്ല നമ്മുടെ പാരമ്പര്യം, വാഗ്ദാനം ചെയ്താൽ നിറവേറ്റണം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആമുഖം കേട്ടോളി. സൂറത്ത് തക്കാസുർ 3 പ്രമേയങ്ങളാണ്. അന്ന് ഞാൻ ചാലക്കരയിൽ പറഞ്ഞത് അൽഹാഖുമുത് തക്കാസുർ ഹത്താ സുറുത്തുൽ മക്കാബിർ. ഈ അഹങ്കാരം ഏതുവരെയാണ്? ഹത്താ സുറുത്തുൽ മക്കാബിർ, നീ ഖബറിൽ കിടക്കുന്നത് വരെ. അള്ളാഹു നമ്മുടെ മനസ്സിനെ പരുവപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ പ്രതിഫലം, രണ്ടാമത്തെ പ്രമേയം, നാളെ മരിക്കേണ്ടവനാണ് എന്ന ബോധത്തോടുകൂടി എല്ലാവരും ഈ ഭൂമിയിൽ നീ ജീവിച്ചാൽ കല്ലാ സൗഫ തഅലമൂൻ. വാപ്പ പറയാറില്ലേ, നീ ഇപ്പൊ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ അറിഞ്ഞോളൂ. കാരണവന്മാര് പറയല്ലോ, നീ ഇമ്മാതിരി പോക്ക് പോയാൽ മോനെ ഈ പോക്ക് അപകടമാണ്, മോനെ ഈ പോക്ക് അപകടമാണ്. ഈ രീതിയിൽ നീ പോയാൽ പിന്നീട് നീ ഇത് അനുഭവിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാരണവരെ പോലെ അള്ളാഹു പറയുകയാ, നാളെ മരിക്കുമെന്നുള്ള ബോധമില്ലാതെ ജീവിച്ചു പോയാൽ സൗഫ തഅലമൂൻ, പിന്നീട് നീ ഇതിന്റെ പരിണിത ഫലം അറിയുക തന്നെ ചെയ്യും മാനവാ. അള്ളാഹു പറയുകയാണ്, നാളെ മരിക്കണമെന്നുള്ള ബോധമില്ലാതെ എല്ലാം വെട്ടിപ്പിടിച്ച് നീ ജീവിക്കാൻ തീരുമാനിച്ചാൽ ഇൻഷാ അല്ലാഹ് കല്ലാ സൗഫ തഅലമൂൻ തുമ്മ കല്ലാ സൗഫ തഅലമൂൻ. പിന്നീട് നീ പരമമായ ഈ തമ്മാട് തരത്തിലൂടെയുള്ള ജീവിതത്തിന്റെ അനന്തരഫലം നീ പിന്നീട് അനുഭവിക്കേണ്ടതാ. എങ്ങനെയാ അനുഭവിക്കുന്നതെന്നറിയോ? അല്ലാഹു പറയാ, അത് വെറും ഒരു അനുഭവം മാത്രമല്ല, വെറും ഒരു മുന്നറിയിപ്പ് മാത്രമല്ല, ഇത് വെറുതെ പേടിപ്പിക്കാനുള്ള പറച്ചിലല്ല. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ഉറപ്പായിട്ട് നീ അത് അനുഭവിക്കുക തന്നെ ചെയ്യും മാനവാ. ഇവിടെ പ്രധാനപ്പെട്ട പ്രമേയത്തിലോട്ട് കടക്കട്ടെ. നാളെ മരിക്കുന്നവനാണെന്നുള്ള ബോധ്യമില്ലാതെ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചു പോയാൽ ഇവിടെയല്ലേ ചതിക്കാൻ പറ്റൂ, ഇവിടെയല്ലേ മോഷ്ടിക്കാൻ പറ്റൂ. പക്ഷേ നാളെ പരലോകത്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ ഞാൻ പോയി നിൽക്കേണ്ടവനാണ് എന്ന ബോധമുണ്ടായാൽ നാളെ നീ ചെയ്തതിനൊക്കെ അനുഭവിക്കേണ്ട ഒരു ലോകമുണ്ട്. ആ ലോകത്ത് നീ അറിയുക തന്നെ ചെയ്യും. എന്താണ് അറിയുന്നതെന്നറിയോ? അല്ലാഹു പറയാ, അലതറവുന്ന ജഹീം,
കത്തിക്കാളുന്ന ജഹീം എന്ന നരകത്തിന്റെ ചൂട് നീ അനുഭവിക്കാൻ പോവുകയാ. പൊന്നുമോനെ, നമ്മൾ ചെയ്തതിന് നമ്മളിപ്പോ അനുഭവിക്കുകയാ. ഈ കാണുന്ന ചൂടെന്തിന്റെ ചൂടാണെന്നറിയോ? മഹാനായ മുസ്ലിം റളിയല്ലാഹു തആല റിവായത്ത് ചെയ്യുന്നൊരു ഹദീസുണ്ട്. ഒരു ദിവസം നരകം അല്ലാഹുവിനോട് ആവലാതി പറഞ്ഞു അത്രേ. അല്ലാഹു പറയുകയാ, ഒരു ദിവസം നരകം അല്ലാഹുവിനോട് ആവലാതി പറയാ. ശ്രദ്ധിച്ച് കേൾക്കണേ, വിഷയം പെട്ടെന്ന് ഞാൻ പറഞ്ഞ ഭാഗത്തേക്ക് തന്നെ പറഞ്ഞവസാനിപ്പിക്കുകയാ. ഒരു ദിവസം കത്തിക്കാളുന്ന നരകം അല്ലാഹുവിനോട് പരാതി പറയാ. നമുക്കറിയാമല്ലോ, നരകമെന്ന് പറഞ്ഞാൽ ആളുകളെ ശിക്ഷിക്കാൻ തീ കൂട്ടുവെച്ചൊരു വലിയ അഗാധഗർത്തമല്ല. പിന്നെയോ ജീവനുള്ള മനുഷ്യനെ പോലെ സംസാരിക്കുന്ന ഒരു ശക്തിയായിട്ടാണ് നരകത്തെ അല്ലാഹു പരിചയപ്പെടുത്തി തരിക. യൗമ നഖൂലു ലിജഹന്നമ ഹൽ തലഅത് വതഖൂലു ഹൽ മിൻ മസീദ്. നാളെ നരകം അല്ലാഹുവിനോട് വിളിച്ചു ചോദിക്കുമെന്ന് നരകം റബ്ബിനോട് പറഞ്ഞതെന്നറിയോ? അല്ലാഹുവേ, എന്റെ രണ്ട് പാർശ്വങ്ങൾ തമ്മിൽ, എന്റെ രണ്ട് സൈഡുകൾ തമ്മിൽ എപ്പോഴും തർക്കമാണല്ലോ. എന്താണ് നരകമേ തർക്ക കാരണം? ഒരു ഭാഗം പറയുന്നു മറുഭാഗത്തിനോട് അവിടെ നിന്ന് വരുന്ന ചൂട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആരാ പറയുന്നത്? നരകത്തിന്റെ ചൂടെന്തെന്നറിയോ? നരകത്തിന്റെ ചൂട് തിരിച്ചറിയാറ് ഈ വേനൽക്കാലത്ത് നടന്നു പോകുന്ന യഥാർത്ഥത്തിൽ ഈ ചൂടുകാലം നരകത്തെ ഓർക്കാനുള്ളടാ. മിനിങ്ങാന് കോട്ടയം ജില്ലയിലെ തിരുവല്ലയിലെ സൂര്യാഘാതമേറ്റൊരു മനുഷ്യന് പാടത്ത് വെക്കുമ്പോ, പാടത്ത് നിൽക്കുന്ന മനുഷ്യന് സൂര്യാഘാതമേറ്റ് അയാളുടെ സഹോദരൻ വന്ന് തോല് കറുത്തിരുന്ന ഭാഗത്ത് പിടിച്ചപ്പോ അവിടെ നിന്ന് തൊലി നേരെ ഉരിഞ്ഞ് കാൽപാദം വരെ ഉരിഞ്ഞു പോയെങ്കിൽ, സൂര്യാഘാതമേറ്റിട്ട് തൊലി പച്ച മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് തൊലി ഉരിച്ചെടുക്കാൻ പറ്റിയെങ്കിൽ അല്ലാഹു നരകത്തെ കുറിച്ചാണ് ഈ അവസ്ഥ പറഞ്ഞത്. നാളെ നരകത്തിന്റെ തീ ഒരു മനുഷ്യനെ സ്പർശിക്കുമ്പോ അവന്റെ തൊലികൾ മുഴുവനും പൊളിഞ്ഞു മാറിപ്പോകുമത്രേ. ആ നരകത്തിൽ പറഞ്ഞ ശിക്ഷ കോട്ടയം ജില്ലയിലെ തിരുവല്ലയിലെ സൂര്യാഘാതമേറ്റ് ഈ ഒരു ചെറിയ ചൂടിൽ പോലും കാണുന്നെങ്കിൽ മോനെ, നരകം തന്നെ പറയാ. ഒരു ഭാഗം മറ്റേ ഭാഗത്തോട് പറയും, നിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ചൂട് കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നരകത്തിന്റെ ഉള്ളിലുള്ള തീ നരകത്തിന് തന്നെ സഹിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെങ്ങനെയാ നമ്മൾ നരകത്തിന്റെ തീ സഹിക്കുക? പിന്നെങ്ങനെയാ നരകത്തിന്റെ തീയിൽ നമ്മൾ കിടക്കുക? പിന്നെങ്ങനെയാ നരകത്തിന് പോയാ നമുക്ക് ക്ഷമിക്കാൻ കഴിയാ? അതുകൊണ്ടാണ് പണ്ടുള്ള ആളുകളൊക്കെ വെള്ളിയാഴ്ച പാടിയത്. ഇപ്പോഴും തമിഴ്നാട്ടിലെ പല ജുമാ മസ്ജിദുകളിലുമുണ്ട്. ഇലാഹി ലസ്തു അൽ ഫിർദൗസി അഹ്ലാ വലാ അക്വാ അലാ നാരിൽ ജഹീമി. സ്വർഗത്തിനർഹൻ ഞാൻ ഇലാഹി, നരകത്തെ ക്ഷമിക്കില്ലെന്നിലാഹി. അല്ലാഹുവേ, എനിക്ക് നരകത്തെ സഹിക്കാൻ കഴിയില്ലെന്ന് പാടിപ്പോയ പൂർവികന്മാർ. നരകത്തിന്റെ ചൂടും നരകത്തിന് തന്നെ സഹിക്കാൻ കഴിയില്ലെങ്കിൽ പച്ചമാംസത്തിന്റെ ഉടമകളായ നമ്മളെങ്ങനെ സഹിക്കും പെങ്ങളെ? അല്ല പറയാ, നിങ്ങൾ കത്തിക്കാളുന്ന നരകത്തിന്റെ ചൂട് നിങ്ങൾ കാണേണ്ടി വരുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ നരകത്തിൽ നിന്ന് കാക്കട്ടെ. അല്ലാഹു നമ്മളെ നരകത്തിൽ നിന്ന് കാക്കട്ടെ. അല്ലാഹു നമ്മളെ നരകത്തിൽ നിന്ന് കാക്കട്ടെ. സൂറത്ത് തകാസുറിന്റെ ആയത്തോടിയപ്പോ ഇത് കേട്ട് ബോധരഹിതനായി വീണുപോയി മഹാനായ സയ്യിദിനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുപോയി, താഴെ വീണ് പൊട്ടിക്കരഞ്ഞുപോയി. യഥാർത്ഥത്തിൽ ആരാണ് ഉമർ റളിയല്ലാഹു അൻഹു? സൂറത്ത് തകാസുർ കേട്ടിട്ട് എപ്പോഴും കരഞ്ഞു ബോധം കെട്ട് വീടും മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു. ഞാൻ പറയാന്ന് പറഞ്ഞ കാര്യം ഇവിടെ പൂർത്തീകരിക്കാൻ മണിവനന്നിലായി. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഞാൻ പറയാമെന്ന് പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് തകാസുർ കേട്ട്
പേടിച്ച് എപ്പ സൂറത്ത് തക്കാസുർ ഓതിയാലും കരയും ഉമർ റളിയല്ലാഹു തആല. കാരണം അള്ളാഹു ഇതിനകത്ത് ഏറ്റവും ഖുർആനിലെ ഏറ്റവും ഭീകരമായ സൂറത്താണ് സൂറത്ത് തക്കാസുർ. ഏറ്റവും ഭീകരമായ ആയത്താണ് ഫദൂഖു ഫലൻ നസീദക്കും ഇല്ലാ അദാബ. ഏറ്റവും ഭീകരമായ സൂറത്ത് തക്കാസുറാണ്. ഇത് കേട്ടാൽ ഉമർ റളിയല്ലാഹു തആല പറയും, ഒരു കാര്യം 3 പ്രാവശ്യം അല്ലാഹു ആവർത്തിച്ച് പറഞ്ഞ ഈ സൂറത്തിലാണ്. കല്ലാ സൗഫ തഅലമൂൻ തുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. നീ കാണും, നീ അറിയും എന്ന് അല്ലാഹു കാണിച്ച് ഒരായത്ത് 3 പ്രാവശ്യം ആവർത്തിക്കാറേയില്ല. ലത്തറവുന്നൽ ജഹീം സുമ്മ ലത്തറവുന്നഹ ഐനൽ യഖീൻ. വീണ്ടും നീ കാണുമടാ എന്ന് പറയുന്ന പേടിപ്പിക്കുന്ന ഖുർആനിലെ ഏറ്റവും പേടിപ്പിക്കുന്ന സൂറത്തായി സൂറത്ത് തക്കാസുർ മാറാൻ കാരണം ഇതാണ്. ഇത് കേട്ട ഉമർ റളിയല്ലാഹു തആല കരയുമായിരുന്നു. യഥാർത്ഥത്തിൽ എൻ്റെ പൊന്നു ചെറുപ്പക്കാരെ, റജബായി ശഅബാൻ എത്തുന്നു, റമളാൻ എത്തുന്നു. ഉമർ ഫൈസി പറഞ്ഞതുപോലെ നിസ്കാരത്തെ നന്നാക്കി ജീവിതത്തെ നന്നാക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ സദുപദേശമാണ് സൂറത്ത് തക്കാസുർ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കീൻ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകും. അള്ളാഹുമായിട്ടുള്ള ബന്ധം ഉമർ റളിയല്ലാഹു, ഇവിടുത്തെ ബന്ധമൊന്നും വലിയ ബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ ചാലക്കരയിൽ നിന്ന് ഇവിടെ വാതിന് വേണ്ടി പോകുമ്പോൾ രാത്രി എനിക്ക് ഫോൺ. ഞാൻ നാട്ടിലെത്തുമ്പോൾ വലിയ പ്രശ്നം എന്താണെന്നറിയാവോ? വീടിൻ്റെ എതിർവശത്ത് കാണിക്കുന്ന ചെറുപ്പക്കാരൻ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന പെണ്ണിനെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. അവൻ്റെ വാപ്പ പോയി പെണ്ണിന് ഉമ്മാടി ചോദിച്ചു, വാപ്പാട് വെച്ച് കെട്ടിച്ചു. അപ്പം അയാൾ പറഞ്ഞ് കെട്ടിച്ചു തരൂലെന്ന്. അവർ രണ്ടുപേരും വാശിക്ക് വൈകുന്നേരം ഒളിച്ചോടി. ഏതായാലും രാത്രിയിൽ അവന്മാരെ പിടിച്ച് രാവിലെ നിക്കാഹ് കഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ബഹളം, പെണ്ണിൻ്റെ വാപ്പ വീട് കത്തിക്കുമെന്നും പറഞ്ഞ് ബഹളം. അങ്ങനെയൊക്കെ എല്ലാവരും നാട്ടുകാരെല്ലാം കൂടെ എന്നെ വിളിച്ചു. ഞങ്ങളൊക്കെ പോയി മധ്യസ്ഥത പറഞ്ഞ് ഏതായാലും ചെറുക്കനോടും പെണ്ണിനോടും ഞാൻ ചോദിച്ചു, നിങ്ങളുടെ തീരുമാനം എന്താ? പെണ്ണ് പറഞ്ഞു, എന്നെ വാപ്പ വെട്ടി നുറുങ്ങിക്കളിച്ചാലും ഞാൻ ഇവൻ്റെ കൂടെ താമസിക്കുന്നു. അവനോട് ചോദിച്ചു, അവൻ പറഞ്ഞു, വാപ്പ എന്നെ വീട്ടിൽ കയറ്റിയില്ലേലും വാടകയ്ക്ക് താമസിച്ചാലും ഞാൻ ഇവിടെ കൂടെ ജീവിക്കുന്നു. രണ്ടുപേരും, അവൾ പറഞ്ഞു ഇവൻ എന്നെ ചവിട്ടി നുറുക്കിയാലും വാപ്പയെ വിട്ട് വിളിക്കാലും എനിക്ക് ഇയാളെ മതി. അതങ്ങനെയാണ്, ആ സമയത്ത് അങ്ങനെയാണ്. ഏതായാലും രണ്ടുപേരും കൂടെ കെട്ടിച്ചു കൊടുത്തു. 4 ദിവസം കഴിഞ്ഞില്ല, മിനിങ്ങാന്ന് ഞാൻ വാതിന് വരാൻ വേണ്ടി പോകുമ്പോൾ അവരെ വീടിന് മുമ്പിൽ ഭയങ്കര ആൾക്കൂട്ടും. അങ്ങനെ ഏതായാലും ഇതിനകത്ത് പറഞ്ഞ ആളെന്നുള്ള രീതിയിൽ ഏതായാലും അത് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, പോകുമ്പോൾ ഇവൻ ഈ പെണ്ണിനെ മുറ്റത്തിട്ടിട്ട് ചാവിട്ട് കൂട്ടുകയാണ്. ഈ 4 ദിവസം മുമ്പ് വാപ്പ വെട്ടിമുട്ടിയാലും ഞാൻ ഇവൻ്റെ കൂടെ ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഈ ഒളിച്ചോടിയ ചെറുക്കനും ഈ ചെറുക്കൻ ഇവളെ ആടിച്ചിട്ട് ചവിട്ടുകയാണ്. അവിടെ ചോദിച്ചപ്പോൾ എന്താ പ്രശ്നം? ഈ പെണ്ണിൻ്റെ കൂട്ടുകാര്യങ്ങളെ ട്രീറ്റ് കൊടുക്കാൻ വന്ന കല്യാണത്തിൽ വന്നപ്പോൾ ഇവളുടെ കൂടെ പഠിക്കുന്ന ചെറുപ്പക്കാർ കുറേ സ്വാതന്ത്ര്യത്തിൽ ഇവളോട് പെരുമാറി. അപ്പം ഇവന് സംശയമായി. എന്ത്? അവന് ഈ കുട്ടികളെ വെച്ച് സംശയമായി. ആ സമയം 4 ദിവസം കൊണ്ട് മുറ്റത്തിട്ട് ചാവിട്ടി കൂട്ടി ഇവള്. അവസാനം പരാതി വന്നിട്ട് ചോദിച്ചു, ഇപ്പം എന്ത് പറയുന്നു? വെട്ടിക്കൂട്ടിയാലും നീ ഇവൻ്റെ കൂടെ ഉള്ളൊന്നുമില്ല, അവനെ കിടക്കട്ടെ. ഇതാണ് ഭൂമിയിൽ നമ്മൾ ചിന്തിക്കുന്ന ബന്ധങ്ങളൊക്കെ ആയുസ്. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വേണ്ട, 2നും വേണ്ട, തീർന്നു, കൊതി തീർന്നു. കൊയിലാണ്ടിയിൽ നിന്ന് പോയ പെണ്ണിന് സ്വർണം പോയപ്പോൾ അവന് വേണ്ട, അവളെ നേരെ വീണ്ടും. ഇത്രേ ഉള്ളൂ. എടി പച്ച പൊട്ടി പെണ്ണെ, നിനക്കറിഞ്ഞുകൂടെ 20 വർഷം നിന്നെ വളർത്തിയ മാതാപിതാക്കൾക്കില്ലാത്ത സ്നേഹം ഇന്നലെ കണ്ട ഒരു ചെറുപ്പക്കാരൻ നിന്നോട് കാണിച്ചാൽ അവന് 2 കണ്ണുടക്കൂ. ഒന്ന് നിന്റെ വെളുത്ത ശരീരത്തിലും മറ്റൊന്ന് നിന്റെ മഞ്ഞ ലോഹത്തിലും. അത് 2 എന്ന് തീരുന്നുവോ? വേശ്യപ്പറമ്പിലെ ഉപയോഗിക്കപ്പെട്ട ഉപോൽപ്പന്നമായോ അല്ലെങ്കിൽ വീണ്ടും തിരിച്ചു മാതാപിതാക്കളുടെ കയ്യിലേക്കോ വരേണ്ട ഒന്നാണ് നീ എന്ന് ചിന്തിക്കാൻ ഇറങ്ങിപ്പോകാൻ പോണ പെണ്ണുങ്ങളൊക്കെ ആരേലും ഉണ്ടെങ്കിൽ, ഇപ്പം ഇല്ലാന്നൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം എല്ലാം ഉണ്ടാവും, പോണതും പോകാത്തതും ഒക്കെ ഉണ്ടാവും. കെട്ടിച്ചത് പോകുന്നു, കെട്ടിക്കാത്തത് പോകുന്നു, സർവ്വതും പോകുന്നു. എന്താ ഇവിടുത്തെ അവസ്ഥ? അങ്ങനെ പോകുന്നുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കണം. ഇങ്ങനെ ഇറങ്ങിപ്പോയ പെണ്ണുങ്ങൾ എവിടെ സുഖമായി ജീവിച്ചിരിപ്പുണ്ടോ അതൊന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞു തരണം. എന്നാൽ ഇൻഷാ അല്ലാഹ് ഇതിന് നമ്മൾ തീരുമാനം ഉണ്ടാക്കി തരാം.
ഏതെങ്കിലും ഒരു പെണ്ണ് മനസ്സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പറഞ്ഞു തന്നാൽ അവിടെ വെച്ച് ഇൻഷാ അല്ലാഹ് വാക്ക് വിധി തിരുത്തി പറയാം. ആയിരക്കണക്കിന് അനുഭവങ്ങളിൽ നിന്നാണ് ഇത് പറയുന്നത്. എൻ്റെ പൊന്നു സഹോദരിമാരെ, സഹോദരങ്ങളെ, കല്യാണം കഴിഞ്ഞിട്ട് മക്കളുള്ളത് പോകുന്നു, മക്കളില്ലാത്തത് പോകുന്നു, കെട്ടിച്ചത് പോകുന്നു, കെട്ടിക്കാത്തത് പോകുന്നു. എല്ലാം ഇന്ന് സ്വന്തം ഭർത്താവിന് വിലയില്ലാതെ മറ്റൊരുത്തന്നെ വാഗ്ദാനങ്ങളിൽ കൂടി പോകുമ്പോ അള്ളാഹു ചോദിക്കുകയാണ്, എവിടെ വരെയാൻ ലതറവുന്നൽ ജഹീം, മരണത്തെ കുറിച്ച് ഓർമ്മയില്ലേ? നാളെ നരകത്തിന്റെ ചൂടിനെ കുറിച്ച് ഓർമ്മയില്ലേ? ഈ തമ്മാടിത്തരത്തിൽ ഇങ്ങനെ തന്നെ ജീവിക്കാനാണോ പദ്ധതി? ഇതിന് പോകാൻ ഇനി ആളുകളുണ്ടാവും. കാസർഗോഡ് കല്യാൺ സിൽസ് ഉദ്ഘാടനം ചെയ്യാൻ പോയ പൃഥ്വിരാജിന്റെ കൂടെ തട്ടമിട്ട പെണ്ണുങ്ങൾ ഫോട്ടോ എടുത്തു. എല്ലാവരും അതിനെതിരെ പ്രസംഗിച്ചു. ഞാൻ കമാനസരൊന്നും വേണ്ടിയില്ല, പ്രസംഗിച്ചില്ല. എന്താണെന്നറിയാവോ? പൃഥ്വിരാജിന്റെ കൂടെ ഫോട്ടോ എടുത്ത തട്ടമിട്ട പെൺകുട്ടികൾ എന്നെ അത്ഭുതപ്പെടുത്തിയില്ല. കാരണം പൃഥ്വിരാജ് ഇപ്പൊ ഈ സദസ്സിൽ വന്ന ഒരു 5 എണ്ണമെങ്കിലും കൂടെ പോയി ഫോട്ടോ എടുക്കും. ഇപ്പൊ ഇവിടെ ഈ വാത് നടക്കുന്ന സദസ്സിൽ ഇപ്പൊ പൃഥ്വിരാജ് വന്നെന്ന് ഓർത്തോ, ഒരു പുല്ലാളൂരുള്ള 10 പെണ്ണുങ്ങളെങ്കിലും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കും, ഉറപ്പാ. എന്തുകൊണ്ട്? തങ്ങൾ കാണാൻ ആഗ്രഹിച്ചതിനെ പെട്ടെന്ന് കൺമുമ്പിൽ വരുമ്പോൾ പിന്നെ നിയന്ത്രണമൊന്നും കിട്ടൂല, എന്താ ചെയ്യണമെന്ന് അറിയാൻ പറ്റൂല. ഞാനൊരിക്കൽ പെരുന്തൽമണ്ണ ഒരു ടെക്സ്റ്റൈൽസിൽ കയറിയപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയായിട്ടുണ്ടാവും. ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഈ പെണ്ണെന്നെ ഇങ്ങനെ നോക്കി, ഭർത്താവ് കൊണ്ട് കബീർ വാക്കവിയാണ്. അപ്പോൾ ഭർത്താവ് പറഞ്ഞ അതേ കബീർ വാക്ക്. ഈ പെണ്ണ് ഓടി ഇങ്ങ് മുമ്പോട്ട് വന്നു. ഞാൻ 10 അടി വീണ്ടും പുറകോട്ട് മാറി. ഒന്ന് ഫേസ്ബുക്കും വാട്സപ്പും ഉള്ള കാലം. എൻ്റെ അടുക്കൊണ്ട് ഈ പെണ്ണിങ്ങനെ അന്തം വിട്ട് നിൽക്കാൻ അത്ഭുതപ്പെട്ട് വാക്കവി ഉസ്താദ, ഞാൻ പറഞ്ഞാതെ ഉസ്താദെ ദുആ ചെയ്യണം. ഈ പെണ്ണ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, കയ്യിൽ മുസാഫത്ത് ചെയ്യാൻ പോണു. ഉള്ള കാര്യം ഞാൻ പറയാം. നേരെ ഞാൻ ആ സമയത്ത് പെട്ടെന്ന് മാറി അപ്പുറത്തോട്ട് പോയി. കാരണം ഒരാളെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളെ മുമ്പിൽ കാണുമ്പോൾ എന്താ ചെയ്യും? ഇപ്പം തങ്ങളെ നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുക. നമ്മൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ പെണ്ണുങ്ങൾ പോകും ഉറപ്പാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് കാസർഗോഡ് ആ കട ഉദ്ഘാടനം ചെയ്യാൻ പോയ പൃഥ്വിരാജിന്റെ കൂടെ ഫോട്ടോ എടുത്തവരുടെ കൂട്ടി 55-60 വയസ്സുള്ള ഒരു വയസ്സായ ഉമ്മ കൂടി അതിനകത്തുണ്ടായിരുന്നു. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാരണം മക്കളത് ചെയ്യുമ്പോൾ മക്കളെ ഇത് ചെയ്യരുത്, ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ആ ഉമ്മയായിരുന്നു. ആ ഉമ്മയും അതിൽ പെട്ടപ്പോ ഇനിയിപ്പോ നമ്മൾ ആരോടാ വാത് പറയാ? സമൂഹത്തിൻ്റെ ഒരു മാനദണ്ഡം ഇന്നും സമൂഹം എത്തി നിൽക്കുന്ന ഒരു അവസ്ഥയെ ഞാൻ പറയാൻ. ഓരോ ചിത്രവും നമ്മളോട് ഓരോ സന്ദേശം പറയുന്നുണ്ട്. നമ്മൾ പൊട്ടന്മാരാ, നമ്മൾക്ക് ഫോട്ടോ കണ്ടാൽ മനസ്സിലാവില്ല. ഓരോ ഫോട്ടോയും നമ്മളോട് കുറേ സന്ദേശം പറയുന്നുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളാ. ഇപ്പം റമദാൻ തുടങ്ങട്ടെ, ആദ്യത്തെ വെള്ളിയാഴ്ച സർവ്വപത്രത്തിലും ഫോട്ടോ കാണും. റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ ജുമാ നമസ്കാരത്തിന് വിശ്വാസികൾ റോഡിൽ നിസ്കരിക്കുന്നു, പള്ളിയിൽ ഇടം തികഞ്ഞില്ല. ഇത് കണ്ട ആളുകൾ വിചാരിക്കും ആളുകൾക്ക് തക്കുവ കൂടിയെന്ന്. അതല്ല, ആ ചിത്രം നമ്മോട് പറയുന്നത് എന്താണെന്നറിയാവോ? റമദാൻ അല്ലാത്ത മാസങ്ങളിൽ വെള്ളിയാഴ്ച പോലും പള്ളിയിൽ പോകാത്ത ആളുകൾ ആ മഹലിൽ ഒത്തിരി ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? ആ ചിത്രത്തിന്റെ അർത്ഥം എന്താ? അങ്ങനെയല്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ആരെയും ഉപദേശിക്കാൻ കഴിയാതെ ഈ സമൂഹത്തിന് നന്മ പറഞ്ഞു കൊടുക്കേണ്ട മുതിർന്ന സമൂഹം മുഴുവനും ഈ സമൂഹത്തിന്റെ പുഴുക്കത്തുകളിൽ കടന്നു പോവുകയാ. ഇല്ല, മാറ്റമുണ്ടാകേണ്ട സഹോദരങ്ങളെ. ആ മാറ്റമാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ റസൂലിന്റെ തിരുശരീരം ആയിഷാ ബീവിയുടെ വീട്ടിൽ കിടക്കുമ്പോ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ മുമ്പിൽ വന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുശരീരത്തിന്റെ ചാരത്ത് നിന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞു പോയി, യാ റസൂലല്ലാഹ്, എന്തോരു സുഗന്ധമാണ് നബിയേ, അങ്ങ് ജീവിച്ചിരുന്നപ്പോഴും സുഗന്ധമാണ്, അങ്ങ് വിട പറഞ്ഞപ്പോഴും സുഗന്ധമാണല്ലോ തിരുദൂതരെ. وربك عنبر وسدسك ياقوت وبعثيك جوهر. എന്തൊരു സുഗന്ധമാണ് നബിയേ. അത്ഭുതത്തിന്റെ സദസ്സിലേക്കാണ് ഓടി വരുന്നത്. ഭ്രാന്തനെ പോലെ മുടിയും വാരി വലിച്ചിട്ട് ഓടി വന്ന് ഹബീബായ മുത്തിന്റെ തിരുശരീരത്തിന്റെ ചാരത്ത് നിന്ന് ഉമർ റളിയല്ലാഹു തആല തേങ്ങിക്കരഞ്ഞില്ല. ചെറുപ്പക്കാരാ, കേട്ട് പടകിയത് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാ. ഈ റജബിന്റെ പുണ്യരാത്രി ജഹീമെന്ന നരകത്തെ ഓർമ്മിപ്പിച്ചു തരാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ആരോ പറഞ്ഞു, തൂഫിയ റസൂലുള്ളാഹ്
ഹബീബായ നബി തങ്ങൾ വഫാത്തായി. ഇത് പറഞ്ഞ് നമുക്ക് ദുആയോടെ ഈ പുണ്യനാവിൽ അവസാനിപ്പിക്കാം. ഇത് കേട്ട ഉമർ റളിയല്ലാഹു തആല അരക്കീപ്പിൽ നിന്ന് ഊരിപ്പിടിച്ച വാളെടുത്ത് അന്തരീക്ഷത്തിൽ ചുരുട്ടിയിട്ട്, എന്റെ ഹബീബായ മുത്തു മരിച്ചിട്ടില്ലടാ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായെന്ന് ആര് പറഞ്ഞാലും എന്റെ വാള് കണ്ടവന്റെ തല ഞാൻ കൊയ്തെടുക്കുമെന്ന് പറയുമ്പോ ആരാ പറയുന്നത്? ഈ വാളും പിടിച്ചിട്ടാണ് ചന്തയിലൂടെ പീഞ്ഞു പായുന്ന കുതിരപ്പുറത്ത് ചാടിക്കയറിയുണ്ട്. ആരുടെ തല കൊയ്യാനാണോ വാളെടുത്തു പോയത്? അതേ മാന്യ മനുഷ്യൻ മരണപ്പെട്ട് കിടക്കുമ്പോ ഇതാരെങ്കിലും മരിച്ചെന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ ഈ വാള് കൊണ്ട് കൊയ്യുമെന്ന ചരിത്രത്തിന്റെ ഭാഗതയെന്ന് നയിച്ച വാളും ചുരുട്ടിക്കൊണ്ട് ഓടി പറയുമ്പോ മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല വന്ന് ഉമറേ തൂഫിയ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി ഉമറേ. ഇല്ല അബൂബക്കർ, ബഹുമാനപ്പെട്ട മൂസാ നബി അല്ലാഹുവിനോട് സംസാരിക്കാൻ പോയി 40 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നതുപോലെ എന്റെ ഹബീബായ നബി തങ്ങൾ വരും അബൂബക്കർ. ഇല്ല ഉമറേ എന്ന് പറയുമ്പോ മരണത്തോട് താതമാമ്യം പ്രാപിച്ചു അബൂബക്കർ റളിയല്ലാഹു തആല നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് എവിടെയാ? ഹബീബായ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ഖലീഫയാകുമ്പോ പാതിരാ സമയത്ത് ഈത്തപ്പന മരത്തിന്റെ ചോട്ടിൽ ചെന്നിട്ട് എല്ലാവരും ഉറക്കത്തിലാണ്ട് കിടക്കുമ്പോ ഈത്തപ്പന മരത്തിലേക്ക് ചാടിയിരുന്നുണ്ട്. സ്വന്തം നെഞ്ചിലേക്ക് തിരിച്ചു വെച്ചു, എടാ ഉമറേ നീ ആരാണടാ? ഒരു കാലത്തെ തെമ്മാടിയായിരുന്നില്ലത്, ഒരു കാലത്തെ കള്ളുകുടിയനായിരുന്നില്ലത് എന്ന് പറഞ്ഞിട്ട് രാത്രിയിൽ പൊട്ടിക്കരഞ്ഞ ഉമർ റളിയല്ലാഹു തആല അൻഹു അവസാനം വീണ്ടും നമ്മൾ ചരിത്രത്തിൽ ഉമറിനെ കാണുകയാ. വഫാത്തിന്റെ സമയമെത്തുമ്പോ മദീനത്തെ പള്ളിയുടെ മിഹ്റാബിന്റെ മുകളിൽ കയറുന്നുണ്ട്, അല്ലാഹുമ്മ ർസുഖ്നി ശഹാദത്തൻ ഫീ ബലദി റസൂലിക. അല്ലാഹു നിന്റെ ഹബീബായ നബി തങ്ങളുടെ മദീനയിൽ എന്നെ മരിപ്പിക്കണേ അല്ലാ, മരിപ്പിക്കണേ അല്ലാ. സഹാബത്ത് മിണ്ടാതിരിക്കുമ്പോ അമ്മിനൂ റഹ്മക്കുമുല്ലാഹ്, ആമീൻ പറയും. ഉമറിന്റെ ഒടുക്കത്തെ ആഗ്രഹമാ. ഇല്ല ഉമറേ, മദീനയിൽ ഷഹീദാവാൻ പറ്റില്ല, മദീനയിൽ യുദ്ധം ഹറാമല്ലേ, യുദ്ധം ചെയ്യാതെ എങ്ങനെയാ ഷഹീദാവുക? ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിന്റെ ആഗ്രഹമാ. ആഗ്രഹത്തിന് അതിർവരമ്പുകളില്ലല്ലോ. ഇത് സ്വർണ്ണക്കടയുടെ പരസ്യമല്ല, ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന്റെ സന്ദേശമാണ്. ആ ഒരൊറ്റ ആഗ്രഹം പൂവണിയാനാണ് സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിർവഹിക്കുമ്പോ അബൂലൂലിയ പിച്ചാത്തിപ്പിടി വയറ്റിലേക്ക് കുത്തിക്കയറ്റി ഇറക്കിയത്, കുടൽമാല വെളിയിലോട്ട് ചിതറിത്തെറിച്ചത്. മകനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മടിയിലെ തലവെച്ച് കിടന്ന് കുടൽമാല വെളിയിലോട്ട് രക്തം തടന്തല്ലിയാ തൊടുകുമ്പോ ആളുകൾ കാണാനെത്തത്. ബോധം വീണ ഉടനെ മോനെ അബ്ദുള്ള എന്നാണ് ഉപ്പ. സുബഹിന്റെ സമയം കഴിയാറായ അബ്ദുള്ള എന്താണ് ഉപ്പ? മോനെ ഇബ്നു അബ്ദുള്ള, സുബഹി നിസ്കാരത്തിന്റെ ഒന്നാമത്തെ റക്അത്തിലാണ് എനിക്ക് കുത്തേണ്ടത്, എന്റെ സുബഹി ഇന്ന് പൂർത്തിയായിട്ടില്ല. ഉമർ മരിക്കാൻ പോവുകയാ, ഉമർ ഖബറിലേക്ക് പോകാൻ പോവുകയാ. പടച്ചറപ്പിന്റെ മുമ്പിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു സുബഹി കളാക്കിയിട്ട് ഉമർ പോയാ എന്റെ റബ്ബിനോട് ഞാൻ എന്ത് സമാധാനം പറയും? അബ്ദുള്ള പറഞ്ഞു, മോനെ ഉപ്പാണ് വളുവെടുപ്പിക്ക്. കൈ ഇങ്ങനെ നീട്ടുമ്പോ കുടൽമാല വെളിയിലേക്ക് ചിതറിത്തെറിച്ച് കുടൽമാലം മണൽപ്പരപ്പിലേക്ക് വീണ് ഉമർ റളിയല്ലാഹു തആല ഇടത്തെ കൈ കുത്തിയിട്ട് എഴുന്നേക്കാൻ പോവുകയാ. അബ്ദുള്ള ഉപ്പാക്ക് വളുവെടുപ്പിക്കും. ഉപ്പ കൈവേച്ചിട്ട് ഉമർ റളിയല്ലാഹു തആല മറിഞ്ഞു വീണ് മിഹ്റാബിലേക്ക്. സഹാബത്ത് പറഞ്ഞു, വേണ്ട ഉമറേ, നിങ്ങളെ കൊണ്ട് നിസ്കരിക്കാൻ കഴിയില്ല ഉമറേ. മോനെ അബ്ദുള്ള, എന്തേ ഉപ്പ? ആരുടെ കഥയാ പറയുന്നതെന്നറിയോ ചെറുപ്പക്കാരാ? ആധുനിക ലോകത്തിന്റെ അസുരഭാവങ്ങളെ ആത്മീയതയുടെ വഴിത്താരക്ക് വികടമായി നിൽക്കുന്ന ന്യൂ ജനറേഷൻ ചെറുപ്പക്കാരാ, എന്നും ഇങ്ങനെ ജീവിച്ചാ മതിയോ? മോനെ, ആയിഷ ബീവിയുടെ വീട്ടിൽ പോവ്, ഹബീബായ മുത്തനബിയുടെ ചാരത്ത് വഫാത്തവാണ്, കബറടക്കാൻ ആരടി മണ്ണിന് അനുവാദം ചോദിക്ക്. അബ്ദുള്ള റളിയല്ലാഹു തആല ചോദിക്കാൻ
ഓടി. എന്താ കാര്യമെന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് തൊട്ട് മുമ്പ് മദീനത്തെ പള്ളിയിൽ വെച്ച് ഉമർ അലിയെ കണ്ടു. അലിയേ, എന്നാണ് യാ റസൂലല്ലാഹ്, അലിയേ, എന്റെ ജീവിതത്തിൽ നിന്നെ കണ്ടുമുട്ടിയില്ലായിരുന്നുവെങ്കിൽ എന്റെ പൊന്നുമോൾക്കൊരു നല്ല ഭർത്താവിനെ കിട്ടുമായിരുന്നില്ലല്ലോ അലിയേ. നോക്കിയപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാനെ, എന്റെ നബിയെ, എന്റെ പൊന്നുമോള് സൈനബിനെ നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു. സൈനബ് വഫാത്തായി. രണ്ടാമത് എന്റെ മകൾ റുഖിയയെ നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തന്നു. എന്റെ റുഖിയയും വഫാത്തായാൽ മുഹമ്മദിന് എത്ര പെൺമക്കളുണ്ടെങ്കിലും അവരെല്ലാം നിനക്ക് ഞാൻ വിവാഹം ചെയ്ത് തരും ഉസ്മാൻ. നിങ്ങൾ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടവനാ. ഉസ്മാൻ റളിയല്ലാഹു തആല തേങ്ങിക്കരഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു തആലവിനെയും തന്നിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് അബൂബക്കറേ, ഉമറേ, വഹകദാ യദ്ഖുലു സാലിസാനി ഫിൽ ജന്ന, നമ്മൾ മൂന്ന് പേരും ഇതുപോലെയാണ് സ്വർഗത്തിൽ ഒരുമിച്ച് നിൽക്കുക. അങ്ങനെ കിടക്കാനാണ് ഈ അനുമാനത്തിന് സ്ഥലം ചോദിച്ചത്. ഖബറിൽ കിടക്കുമ്പോഴും അങ്ങനെ കിടക്കണ്ടേ? ആയിഷ ബീവി അനുമാനം കൊടുത്തു. അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല ഉപ്പാനോട് പറഞ്ഞു, ഉപ്പ, ആയിഷ ബീവി അനുമാനം തന്നു ഉപ്പ. എന്നാലും മോനെ, ഉപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന വെള്ളത്തിൽ കർപ്പൂരമിടല്ല മോനെ. എന്തേ ഉപ്പ? ഉമറിനതിനുള്ള അർഹതയില്ല അബ്ദുല്ലാ. നിന്റെ വാപ്പ ഒരു കാലത്ത് കള്ളുകുടിയനാണ്, നിന്റെ വാപ്പ ഒരു കാലത്ത് വ്യഭിചാരിയാണ്, നിന്റെ വാപ്പ ചെയ്യാത്ത തെമ്മാടിത്തരങ്ങളില്ല. എന്റെ റബ്ബെനിക്കത് പുറത്തു തന്നു എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് എന്നെ കുളിപ്പിക്കുമ്പോ സാധാരണ വെള്ളത്തിൽ കുളിപ്പിക്കണേ അബ്ദുല്ലാ. ആരാ? മക്കയിലെ ഒരു കാലത്തിന്റെ വിധികേശുവിന്റെ വാക്കാ. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബിയുടെ ചാരത്ത് ഖബറടക്കപ്പെട്ടു. എനിക്ക് എന്റെ റബ്ബിനെ പേടിയാ, എനിക്ക് നരകത്തെ പേടിയാ, എനിക്ക് ഹിസാബിനെ പേടിയാ. കാലങ്ങൾ കുറെ കഴിഞ്ഞ് ഞാൻ ചുരുക്കുകയാണ്. ഹറമിന്റെ വികസനത്തിന് വേണ്ടി ആ ഭാഗം മദീനത്തിന്റെ റൗളയുടെ ഭാഗം കുടിച്ചപ്പോ പണിക്കാരുടെ മൺവെട്ടിപ്പോയി മണ്ണിൽ കൊള്ളുമ്പോ അവിടെ നിന്ന് രക്തമൊഴുകി വരികയാ. മണ്ണ് മാറ്റി നോക്കുമ്പോ ജീവനുള്ള മനുഷ്യന്റെ കാല് പോലെ ഒരു കാലിൽ നിന്ന് രക്തം വെളിയിലോട്ടൊഴുകി വരുന്നുണ്ട്. ആരുടെ കാലാന്നറിയില്ല. അന്ന് നിലവിലുള്ള ഏറ്റവും വലിയ സഹാബിയെ കൊണ്ടുവന്നപ്പോ ആ സഹാബി ആ കാലിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഈ കാലാരുടെ കാലെന്നറിയോ? ഇത് ഉമർ റളിയല്ലാഹു തആലയുടെ കാലാണ്. ഞാൻ അവസാനിപ്പിക്കുകയോ? ആരാണ് ബുദ്ധിമാൻ എന്ന് തിരിച്ചറിയാണ് ജീവിതത്തെ മാറ്റിയിട്ട് നാളെ മരിക്കുമെന്നുള്ള ബോധമുണ്ടായിട്ട് നാല് കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പിൽ ഞാൻ പോകേണ്ടതാ. ഓരോരുത്തരും നരകത്തെ കാണുമെന്നുള്ളത് റബ്ബിന്റെ തീരുമാനമാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ നരകത്തിലേക്ക് ജീവിതം മാറ്റാതെ സ്വർഗത്തിന്റെ വാതില് തുറന്നെടുക്കുക. ആ സ്വർഗത്തിന്റെ വാതില് തുറന്നെടുക്കാനാണ് ബിർറിനും തഖ്വക്കും വേണ്ടി നിങ്ങൾ സഹായികളാവുക. അല്ലാഹു നമുക്ക് ആ ബോധം തരട്ടെ. ആമീൻ പറയീൻ. അല്ലാഹു നമുക്ക് ആ ബോധം തരട്ടെ. അല്ലാഹു നമുക്ക് ആ ബോധം തരട്ടെ. വതആവനു അലൽ ബിർരി വത്തഖ്വാ, നിങ്ങൾ പരസ്പരം ബിർറിനു വേണ്ടി സഹായിക്കുക. ആ ഒരായത്ത് പോലെ ദാറുൽ ബിർറ് മുമ്പിലുണ്ട്. ഇന്നത്തെ ഒരു അനുഭവം ഞാൻ പറയട്ടെ. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ 9000-ഓളം മെമ്പേഴ്സ് ഉണ്ട്. ഇന്ന് അതിൻ്റെ ഗ്രൂപ്പ് അഡ്മിന്മാരുടെ യോഗം വിളിച്ചു. കോളേജിൽ ഒറ്റപ്പാലത്ത് 97ഓളം അഡ്മിന്മാരുണ്ട്. 50ഓളം പേര് വന്നു. എന്തെന്നറിയോ? ഞാനൊരു പദ്ധതി ഇട്ടു. പദ്ധതി മറ്റൊന്നുമല്ല, ഹിഫ്ദ് കോളേജിന്റെ 2ാം ബിൽഡിംഗ് തുടങ്ങാണ്. ഒരു സ്ക്വയർ ഫീറ്റിന് 1300 രൂപ. വാട്സപ്പിലൂടെ അത് ശേഖരിക്കാൻ പോവുകയാണ്. ആ ബിൽഡിംഗ് ഇൻഷാ അല്ലാഹ് വാട്സപ്പ് ബിൽഡിംഗ് എന്ന് ലോകത്തറിയപ്പെടും. വാട്സപ്പ് തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന് തെളിയിച്ചു കൊടുക്കാൻ
ഒരു സ്ക്വയർ ഫീറ്റിന് 1300 റുപ്യ. 9000 പേര് 1300 വെച്ചെടുക്കുമ്പോൾ 1.5 കോടി രൂപ. ഇൻഷാ അല്ലാഹ് എല്ലാ കോളേജിലും മുഹമ്മദ് ഹാജി മെമ്മോറിയൽ ബിൽഡിങ്, അബ്ദുൽ ലത്തീഫ് ഹാജി മെമ്മോറിയൽ ബിൽഡിങ്, ഇൻഷാ അല്ലാഹ് ബാക്കവി ഒരു കുതിച്ചുചാട്ടം. ദ വിന്നേഴ്സ് ഡോണ്ട് ഡു ഡിഫറെന്റ് തിങ്സ്, ദേ ഡു തിങ്സ് ഡിഫറെന്റ്ലി എന്നാണ് ശിവഖേര പറഞ്ഞത്. കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യണം, വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ല. വാട്സപ്പ് ബിൽഡിങ്, ഞാൻ ആ അഡ്മിന്മാരുടെ യോഗത്തിലിരുന്ന് കോട്ടക്കൽ നടന്ന അപകടത്തെക്കുറിച്ചൊന്ന് സംസാരിച്ചു. 15 മിനിറ്റ് പ്രസംഗം. അവർ മുഴുവനും കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദേ നാളെ ഞങ്ങൾ മരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഹാഫിളീങ്ങൾ ദുആ ചെയ്യണം. ഞങ്ങൾ അതിനു വേണ്ടി അഡ്മിന്മാര് തയ്യാറായി. ഇൻഷാ അല്ലാഹ് ആ ഒരു വലിയ വിപ്ലവത്തിലേക്ക് കടക്കാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു നമുക്ക് നന്മ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ നന്മ ചെയ്യാൻ അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ നമ്മൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. ജാമിഅ നൂരിയുടെ ജൂനിയർ കോളേജിന്റെ ഹോസ്റ്റലിന് നാളെ തറക്കല്ലിടുന്നു. കോളേജ് തുടങ്ങാൻ പോകുന്നു. അതിനുവേണ്ടി മേൽക്കൂര നന്നാക്കി കൊടുക്കീൻ, അതിനുവേണ്ടി ഫില്ലറുകൾ താങ്ങി നിർത്തീന്. നാളെ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആയിരക്കണക്കിന് ആലിമീങ്ങളും ഹാഫിളീങ്ങളും മുത്തഅല്ലിമീങ്ങളും. ഇന്ന് കോയക്കുട്ടി ഉസ്താദ് ഇന്നലെ മഗ്രിബായപ്പോൾ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഞാൻ സ്ഥിരമായി ചൊല്ലാറുള്ള സലാത്തുകൾ ചൊല്ല്. മക്കൾ അടുത്തിരുന്നിട്ട് മരണമെടുത്തു എന്നുറപ്പായി. മഗ്രിബിനെ വിളിച്ചിട്ട് മക്കളോട് പറഞ്ഞ് സ്ഥിരമായി ചൊല്ലാറുള്ള സലാത്ത് ചൊല്ല്. മക്കളും കൂടെയുള്ളവരും ഇരുന്ന് സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങി. ആ സ്വലാത്ത് കേട്ട് നിർവൃതിയിൽ ഇങ്ങനെ കിടന്നൊരു ജീവിതകാലം മുഴുവനും തന്റെ നാവ് കൊണ്ട് താൻ ഏത് വർത്തമാനം പറഞ്ഞോ ആ വർത്തമാനം കേട്ടിങ്ങനെ സന്തോഷത്തോടെ കിടന്നു. എന്നിട്ട് പറഞ്ഞു, മക്കളെ സലാത്ത് മജ്ലിസിൽ സ്ഥിരമായി ചൊല്ലാറുള്ള ദിക്ർ ചൊല്ല്. മക്കളും കൂടെയുള്ളവരും ഇരുന്നിട്ട് ആ ദിക്ർ ഉറക്കെ ചൊല്ലി സമയം 9:30. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുവരെ അവിടെ ഇല്ലാതിരുന്നൊരു ശബ്ദം. നോക്കിയപ്പോ 3 ദിക്റേറ്റ് പറഞ്ഞത് കോയക്കുട്ടി ഉസ്താദാണ്. ആ ദിക്ർ പറഞ്ഞു, ഒരു പുഞ്ചിരി മുഖത്ത് വിടുന്നു, നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ വന്നു. മഹാനവറുകളുടെ റൂഹ് ഇല്ലീനിലേക്ക് പറന്നുപോയി. സഹോദരങ്ങളെ, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ്. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നി, പടച്ചവനെ എത്ര വാള് പറഞ്ഞിട്ട് നമുക്കൊന്നും ഇങ്ങനെ ആവാൻ പറ്റുന്നില്ലല്ലോ. ജീവിതകാലത്ത് പറഞ്ഞ സലാത്തും ദിക്റും മരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടാണ് ശംസുലുലമയെ പോലെ മഹാനവറുകൾ പാറന്നൂർ ഉസ്താദിനെ പോലെ വിട പറഞ്ഞു പോയത്. അല്ലാഹു നമ്മൾ നിലനിർത്തട്ടെ. ആ മഹാനവറുകൾ ഏത് പ്രസ്ഥാനത്തിന് അധ്യക്ഷനായിരുന്നു, ആ നടലിന്റെ പുറകിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. ആ സമസ്തയുടെ പുറകിലാണ് നമ്മുടെ ജൈത്രയാത്ര. ശിഹാബ് തങ്ങളുടെ ദുആയും നമ്മുടെ കൂടെയുണ്ട്. അവിടെയാണ് ഇൻഷാ അല്ലാഹ് ഈ ജാമിഅ നൂരിയുടെ ജൂനിയർ കോളേജ് തുടങ്ങുന്നത്. റജബ് 27 രാവ്. ഇനി ഇങ്ങനെ ഒരു രാവ് കിട്ടില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ ബിൽഡിംഗ് വാർക്കാനുള്ള കമ്പി ഞാൻ അധികം പറയില്ല. ഇനി ചോദിക്കുകയാണ് ഞാൻ, ഇനി ആരും എഴുന്നേക്കത്, ഇതൊരു രാത്രിയാണ്. ഈ രാത്രിയിൽ ഒരുമിച്ച് കൂടുമ്പോ ഇൻഷാ അല്ലാഹ് ബിൽഡിംഗ് വാർക്കാൻ ആവശ്യമുള്ള കമ്പി, അതിനുള്ള സിമന്റ്, അതിനുള്ള മെറ്റല്, അതിനുള്ള മറ്റ് നിർമ്മാണ സാമഗ്രികൾ, അതിനുള്ള ജോലിക്കൂലികൾ ഇവിടെ നിൽക്കും. ഓരോരുത്തരോടും ഇൻഷാ അല്ലാഹ് ആ ബിൽഡിംഗ് പണിയാനുള്ള ജോലിക്കൂലി എന്റെ വക. അവസാനം ഞാൻ മരിക്കുന്നത് വരെ എന്റെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാകാൻ, എനിക്കത് ജീവിതത്തിൽ ഏറ്റവും വലിയ ഐശ്വര്യമായി മാറാൻ, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ആ സ്ഥാപനത്തിനു വേണ്ടി ഈ സദസ്സിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നന്മ നൽകട്ടെ. ഒരു 33,333 രൂപ അതിന്റെ നിലനിൽപ്പിന് വേണ്ടി അവിടെ 10,000 കുഞ്ഞുങ്ങൾ പാഠം പഠിക്കുമ്പോൾ ആ ഹദീസിന്റെ ഖുർആന്റെ പ്രതിഫലം നമുക്ക് ജീവിതത്തിലേക്ക് കിട്ടാൻ, നമ്മുടെ മക്കൾ നാളെ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ സന്തോഷത്തോടെ അതിന്റെ സാമഗ്രികളായി ഇൻഷാ അല്ലാഹ് അതിന്റെ കമ്പി എൻ്റെ വക, അതിന്റെ ഇലക്ട്രിക് എൻ്റെ വക, അതിന്റെ പ്ലംബിംഗ് എൻ്റെ വക, അതിനുള്ള സിമന്റ് 100 ചാക്ക് സിമന്റ്,
200 ചാക്ക് സിമന്റ്, 50 ചാക്ക് സിമന്റ്. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും ഈ റജബിന്റെ ഈ പുണ്യമായ രാത്രിയിൽ, മെഹറാജിന്റെ രാവിൽ, നാളെ എല്ലാവരും സുന്നത്ത് നോമ്പിലാണ്, നാളെ വെള്ളിയാഴ്ച രാവ് കൂടിയാണ്. ഈ ദുആയ്ക്ക് ഏറ്റവും ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന ഈ സദസ്സ് ഇൻഷാ അല്ലാഹ് സന്തോഷത്തോടെ അതിന്റെ ആ ബിൽഡിങ്ങിന്റെ കമ്പി എൻ്റെ വകയായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അതിന്റെ സിമന്റ് ഒക്കെ ഇൻഷാ അല്ലാഹ് കൊടുക്കാം. എല്ലാവരും ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകൾ, ഞമ്മതിലെ പിരിവിന് വേണ്ടി ഒരു വലിയ സമയം ഞാൻ കളയില്ല. ദുആ ചെയ്യണം, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മാഷാ അല്ലാഹ്. ഒരു കസേര എടുത്തിട്ടേക്ക് എന്നൊന്ന് പഠിച്ചു. എല്ലാവർക്കും ഒരു 10 മിനിറ്റ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഒരു നിലയ്ക്ക് ആവശ്യമുള്ള മുഴുവൻ എംസാൻഡും, എം ഹുസൈൻ കുട്ടി ഹാജി കൂലു തക്ബീർ, UP ഹുസൈൻ കുട്ടി ഹാജി കൂലു തക്ബീർ 3 സലാത്തോടെ ഈ സദസ്സിന് നമുക്ക് ഇൻഷാ അല്ലാഹ് തുടക്കം കുറിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആരും എഴുന്നേക്കല്ല, എല്ലാവരും അവിടെ തന്നെ ഇരിക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി